സത്യത്തിൽ ഹിജാബ് ധരിക്കുന്ന അഥവാ ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന മുഖമൊക്കനെ മാത്രമല്ല ഉദ്ദേശിച്ചത്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ, തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതെ അത് മറക്കകത്ത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ് എന്നാണ് ഹിജാബ് ധരിക്കുന്ന പെണ്ണ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശം വെച്ചത്. മാഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ പറഞ്ഞു വരുന്നത്, ഇന്നലെ നമ്മൾ രണ്ട് വിഭാഗം സഹോദരിമാരെ കുറിച്ച് ചർച്ച ചെയ്തു. അൽഹംദുലില്ലാഹ്. അതിന്റെ അടുത്തൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, എന്നും സന്തോഷ വാർത്തകൾ അറിയിക്കാനുണ്ട്. റബ്ബ് അതിന് നമുക്ക് ഇങ്ങനെ തൗഫീഖ് തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഡോക്ടർ ഓപ്പറേഷൻ നിർബന്ധമായി പറഞ്ഞ അൽഹംദുലില്ലാഹ് ഒരു പ്രസവം ഓപ്പറേഷൻ നിർബന്ധമാണ്. കാരണം കഴിഞ്ഞ 3 പ്രസവവും ഓപ്പറേഷനുമായിരുന്നു. ഇതും ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞ ഒരു കേസ്. അള്ളാഹുവേ, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് പാലക്കാട് ജില്ലയിലെ സ്ഥലം ഞാൻ മറന്നുപോയല്ലോ റബ്ബേ, സ്ഥലം മറന്നുപോയല്ലോ. പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു പ്രിയപ്പെട്ട കുടുംബം വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ആ പ്രിയപ്പെട്ട കുടുംബത്തിന് അറിവിനിലാവിന്റെ നിങ്ങൾ ആമീൻ പറഞ്ഞ മടവൂർ ശൈഖുനാന്റെ ബദരീങ്ങളുടെ ബറക്കത്തുള്ള മടവൂർ ശൈഖുനാന്റെ ആ കാവലും ആ പൊരുത്തവും ആ തിരുനോട്ടവുമുള്ള ബറക്കത്തിന്റെ വെള്ളം കുടിച്ചു. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമായിട്ട് വളരെ റാഹത്തായിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണ്, ആ പ്രിയപ്പെട്ടവരുടെ മരുമകൾ അൽഹംദുലില്ലാഹ് റാഹത്തായി പ്രസവിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അറിവിനിലാവ് തുടങ്ങുന്നതിന് അല്പം മുമ്പ് അൽഹംദുലില്ലാഹ് അവർ വിളിച്ചു പറഞ്ഞു, അല്ലാഹു ആ ഉമ്മക്കും കുഞ്ഞിനും അല്ലാഹു ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. അതേ പ്രകാരം ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത്, അപ്പൊ വെള്ളം വെക്കാൻ മറന്നവരുണ്ടെങ്കിൽ അത് മറക്കരുത്. അതിന്റെ ടാപ്പ് തുറന്നു വെച്ചിട്ട് ഇൻഷാല്ലാഹ് നിങ്ങളെ മുമ്പിൽ വെക്കാം. മാഷാഅല്ലാഹ്. പല ആളുകളും അത് വെച്ചതിന്റെ നല്ല മനോഹരമായ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അൽഹംദുലില്ലാഹ്. സന്തോഷം. എല്ലാ വെള്ളത്തിലും എല്ലാ കുടുംബത്തിലും ആ വീട്ടിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അപ്പൊ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിക്കണം എന്നാണല്ലോ നമ്മുടെ തത്വം. അതുകൊണ്ട് ഇൻഷാല്ലാഹ് നേരം വൈകുന്നില്ല, നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജാബ് ധരിക്കുന്ന പെണ്ണ്, ഹിജാബ് ധരിക്കുന്ന പെണ്ണിന് അല്ലാഹു വലിയ മഹത്വം നൽകും, വലിയ ബഹുമാനമാണ് നൽകുന്നത്. അല്ലേ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ, രണ്ട് വിഭാഗം സഹോദരിമാരെ കുറിച്ചിട്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തണലിൽ, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന കുടക്കീഴിൽ രണ്ട് വിഭാഗം സഹോദരിമാരെ അണിയണിയായി നിർത്തുന്ന ആ ഒരു രംഗം ഇൻഷാഅല്ലാഹ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല, അതിന്റെ ബാക്കി ഭാഗം പറയുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ശരീരം പരിപൂർണമായി മറക്കണമെന്നുള്ളത്. അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് നിങ്ങളുടെ ശരീരം എന്നുള്ളത്. അത് വെളുത്ത ശരീരമാണോ, ഇരുനിറത്തിലുള്ള ശരീരമാണോ, കറുത്ത നിറത്തിലുള്ള ശരീരമാണോ, ചുവപ്പ് കലർന്ന ശരീരമാണോ, ഇനി ഒരു നിറമില്ല, ഒരു വ്യത്യസ്തമായ രീതിയിൽ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടാണ്, അങ്ങനത്തെ ശരീരമാണോ, ഒന്നും നോട്ടല്ല. പെണ്ണാണോ മറച്ചിരിക്കണം, മറക്കേണ്ട ഭാഗങ്ങൾ നിർബന്ധമായി മറച്ചിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് എന്നെ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം ചെലുത്തുന്നത് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിലേക്കാണ്. ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പരലോകത്തെ ഏറ്റവും വലിയ ഉന്നതമായ വിജയം നൽകി അല്ലാഹുവിന്റെ പരലോകത്തിന് ഏറ്റവും നല്ല വിലപിടിപ്പുള്ള വസ്ത്രം നൽകുന്നത് രണ്ട് വിഭാഗം ആളുകൾക്കാണ്. എങ്ങനെ? ദുനിയാവിലെ വസ്ത്രമല്ല, ദുനിയാവിലെ വസ്ത്രമല്ല, അല്ലാഹുവിന്റെ പരലോകത്ത് വിലപിടിപ്പുള്ള വസ്ത്രം. ദുനിയാവിലെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വാങ്ങുമ്പോ നല്ല ക്ലിയർ ഉണ്ടാവും, അല്ലേ? വാങ്ങുമ്പോ എന്തോ ഒരു ചെറുക്ക്, മാഷാ അല്ലാഹ്, അതിന്റെ മിന്നലും അതിന്റെ പളുകൊക്കെ കണ്ടാൽ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും വാങ്ങും. വന്നിട്ടൊന്ന് വാഷിംഗ് മെഷീനിൽ അലക്കിയാലോ വസ്ത്രം പോയി, വാഷിംഗ് മെഷീനിൽ പോയി. അതല്ലെങ്കിലോ ഒന്ന് അലക്കിയാ യാ അല്ലാഹ് അതിൽ നിന്ന് ഇങ്ങനെ കളർ ഇളകി പോകും. എത്ര കുറ്റപ്പെടുത്തല്ല, പക്ഷെ ദുനിയാവിലെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മാത്രല്ലല്ലോ, ദുനിയാവിലെ വസ്ത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്ന് ധരിച്ച് നമ്മളൊന്ന് പുറത്തു പോയി യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആകെ ടയേർഡായിരിക്കും. വസ്ത്രമൊക്കെ പിന്നെ വേർപ്പ് ഇങ്ങനെ വാസനിച്ചോ, വസ്ത്രത്തിൽ ചളി ഉണ്ടാവും. ആ വസ്ത്രത്തിലെ വേർപ്പ് ഉണങ്ങണമെങ്കിൽ നമ്മൾ ആ വസ്ത്രം തോരയിടണം, അതല്ലെങ്കിൽ നമ്മൾ ചിക്കിയിടണം, ഇതൊക്കെ ചെയ്യണം. ഇതാണ് ദുനിയാവിലെ വസ്ത്രം. ദുനിയാവിലെ വസ്ത്രം ഒരു 3, 4, 5 ദിവസത്തിനപ്പുറം ഇൻഷാഅല്ലാഹ് അത് ഇട്ട് നടക്കാൻ പറ്റുമോ? അലക്കണ്ടേ? അലക്കാത്ത സ്വാലിഹായ കള്ളന്മാരുണ്ട്, അവരെ കുറിച്ചിട്ടല്ല ചർച്ച. അത് അലക്കണല്ലോ, അലക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു വൃത്തിയും അതിന്റെ ഒരു സുഗന്ധവും നമുക്ക്
ആസ്വദിക്കാൻ കഴിയുന്നത്. തീരെ അലക്കാത്ത ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് നടക്കുക, അത് ആസ്വദിച്ചിട്ട് കഴിയില്ല. അതിന്റെ ഗന്ധം നമുക്ക് സഹിക്കാൻ കഴിയില്ല, നമുക്ക് തന്നെ സഹിക്കാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ. അപ്പൊ ദുനിയാവിലെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തെ ഉന്നതമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പരലോകത്തെ ഉന്നതമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത സൗന്ദര്യമുള്ള വസ്ത്രമാണ്. ആ വസ്ത്രത്തിലേക്ക് നമ്മൾ പലപ്പോഴും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്ത് നമുക്ക് ധരിക്കാതിരുന്ന വസ്ത്രത്തെ കുറിച്ചിട്ട് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ വസ്ത്രത്തിന്റെ മനോഹരമായ നൂലുകൾ കണ്ടാൽ കണ്ണിനെ ചിമ്മിക്കുന്ന, കണ്ണിനെ അത്ഭുതപ്പെടുത്തുന്ന ഭംഗിയാണ്. ആ വസ്ത്രത്തിന്റെ മനോഹരമായ കാഴ്ച കാണുമ്പോ, ആ വസ്ത്രത്തിന്റെ സുന്ദരമായ കാഴ്ച കാണുമ്പോ സ്വർഗത്തിലുള്ള മാലാഖമാര് വരെ അത്ഭുതപ്പെട്ടു പോകുമെന്നാണ്. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു വസ്ത്രം അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, നമ്മൾ കണ്ടത് ദുനിയാവിലെ നമ്മുടെ അങ്ങാടിയിലുള്ള, സിറ്റിയിലുള്ള, നമ്മുടെ അങ്ങാടിയിലുള്ള ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൽ പോയിക്കൊണ്ട് നമ്മൾ കണ്ട വിലപിടിപ്പുള്ള വസ്ത്രമല്ലേ? 1000-ന്റെയും 2000-ന്റെയും 5000-ന്റെയും 10000-ന്റെയും മനോഹരമായ വസ്ത്രങ്ങളാണ് നമ്മൾ കണ്ടത്. പെങ്ങളെ, നിങ്ങൾ പുതുതാരിയായി ഇറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ നിങ്ങൾ ചമഞ്ഞിറങ്ങിയ മനോഹരമായ വസ്ത്രമുണ്ടല്ലോ, മുത്തുകളെ കൊണ്ട് കോർക്കിടപ്പെട്ട തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യമുള്ള വസ്ത്രം. ആ വസ്ത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളോ പ്രിയപ്പെട്ടവരെ? അതിലേറെ എത്രയോ 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 പവറും സ്ഥാനവും മനോഹരവുമായ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്ത് അതിലേറെ വലിയ വസ്ത്രം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ കളർ ഒരിക്കലും ഇളകൂല. ദുനിയാവിലെ വസ്ത്രം വന്ന് കഴുകിക്കളഞ്ഞാൽ അന്ന് കളർ ഇളകും. എത്ര നല്ല സൗന്ദര്യമുള്ള വസ്ത്രമാണെങ്കിലും അന്ന് കളർ ഇളകും. എല്ലാ വസ്ത്രവും അലക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന്റെ അന്ന് നമ്മൾ ധരിക്കുന്ന, കല്യാണത്തിന് നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് നമുക്ക് അലക്കാൻ പറ്റുമോ? ചില വസ്ത്രങ്ങൾ അലക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ധരിക്കുന്ന കോട്ടുകൾ എല്ലാം അലക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തെ മനോഹരമായ വസ്ത്രം എന്തേ? ഈ ദുനിയാവിലുള്ള വസ്ത്രം അലക്കിയാലുള്ള പ്രശ്നം എന്താണ്? അതിന്റെ ചളി, അതിന്റെ കളർ ഇളകി പോകും. അതല്ലെങ്കിൽ അതിന്റെ നൂലുകൾ, കുടുക്കുകൾ പൊട്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അതിന് അനുഭവിക്കുമല്ലോ. ഈ പ്രയാസങ്ങളൊന്നും നിങ്ങൾക്കില്ലാത്ത സുന്ദരമായ വസ്ത്രം അല്ലാഹു സുഖലോക സ്വർഗ്ഗത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, ആ വസ്ത്രത്തിന്റെ പ്രത്യേകത ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ മാലാഖമാര് വരെ ആ വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി പോകുമെന്നാണ്. ആ വസ്ത്രം ധരിക്കുന്ന പ്രിയപ്പെട്ടവരെ സൗന്ദര്യം കൊണ്ട് മനോഹരമായ കാഴ്ച കാണുമ്പോ ആ സ്വർഗ്ഗലോകത്തിൽ നിന്ന് നോക്കി പോകുമെന്നാ. അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, ആ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്ത് ഒരുക്കി വെച്ച സുന്ദരമായ മനോഹരമായ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ പ്രഭാഷണം അവർക്ക് വേണ്ടിയാണ്. ഇന്നത്തെ അറിവിന്ദിലാവിന്റെ 79ാമത്തെ എപ്പിസോഡ് ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ, അത് ആർക്കാണെന്നറിയോ? സ്വർഗ്ഗലോകത്തെ ഉന്നതമായ വസ്ത്രം നൽകി ആദരിക്കുന്നത് 2 വിഭാഗം ആളുകൾക്കാണ്. ആ 2 വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മാഷാ അല്ലാഹ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിൽ നിന്ന് 1ാമത്തെ വിഭാഗമാരാ? സ്വർഗ്ഗലോകത്തെ മനോഹരമായ വസ്ത്രം ലഭിക്കുന്ന 1ാമത്തെ വിഭാഗമാരാ? ഈ ദുനിയാവിൽ നിന്ന് ശരിക്കും ശരീരം വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട്, ഹിജാബ്, പൂർണ്ണമായ ഹിജാബ് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ മറച്ചവരാരാ?
ദുനിയാവിൽ നിന്ന് വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ പരിപൂർണമായി ഹിജാബിലൂടെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട് ജീവിച്ചവർ ആരാണ്? അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ വിലപിടിപ്പുള്ള വസ്ത്രം നൽകിയിട്ട് അല്ലാഹു ആദരിക്കുമെന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾക്കാണ് മോളെ, നിങ്ങൾക്കാണ് മോളെ, നിങ്ങൾക്കാണ് പെങ്ങളെ, നിങ്ങൾക്കാണ് സഹോദരിമാരെ, ആ സ്വർഗ്ഗലോകത്തെ ഉന്നതമായ പദവി അല്ലാഹു തയ്യാർ ചെയ്ത് വെച്ചത് നിങ്ങൾക്കാണ്. അത് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തട്ടിയെടുക്കാൻ പാടില്ല. ആ സ്വഭാവം, ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദുനിയാവിൽ നിന്ന് അല്ലാഹു തന്ന സൗന്ദര്യമുണ്ടല്ലോ, ദുനിയാവിൽ നിന്ന് അല്ലാഹു തന്ന മനോഹരമായ നിങ്ങൾ ആരോഗ്യമുണ്ടല്ലോ, ദുനിയാവിൽ നിന്ന് ആരും വന്ന് നോക്കി പോകുന്ന, ആരും വന്ന് കൊതിച്ചു പോകുന്ന നിങ്ങളെ മനോഹരമായ ശരീരത്തിന്റെ തുടിപ്പുകളും ശരീരത്തിലുള്ള സൗന്ദര്യങ്ങളും ശരീരത്തിലുള്ള അവയവങ്ങളും മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ പരിപൂർണമായി ഹിജാബോടെ ധരിക്കുന്ന സ്വാലിഹായ പെണ്ണേ, പരിപൂർണമായ ഹിജാബോടുകൂടി നടക്കുന്ന സ്വാലിഹായ പെങ്ങളെ, നിങ്ങൾക്കാണ്, നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുകയാണ്. എവിടെ നിന്ന് നമ്മൾ പരിപൂർണമായി മറച്ചാൽ പലരും കളിയാകുമല്ലോ, അവൾ വിവരമില്ലാത്തവളാണ്, അവൾ പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവളാണ്, അവൾ 2020 യോജിച്ചവളല്ല എന്ന് പറഞ്ഞ് പലരും പലതും പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കാനും മനസ്വേദനിപ്പിക്കാനും മുന്നോട്ട് വരാ. പക്ഷേ പരലോകം ബോധം വേണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു തന്ന അഴകിനെ, അല്ലാഹു തന്ന ബോഡിയെ, അല്ലാഹു തന്ന തലയെ, അല്ലാഹു തന്ന തലമുടിയെ അത് മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല. ഹിജാബ് ധരിച്ച പെണ്ണിനെ പരലോകത്തെ പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അല്ലാഹു ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ദുനിയാവിൽ മറ്റുള്ള അന്യപുരുഷന്റെ മുമ്പിലേക്ക് ശരീരത്തിലുള്ള സൗന്ദര്യം കാണിച്ചു കൊടുക്കാതെ ഹിജാബോടുകൂടി നടന്ന പെണ്ണ് ആരാണ്? ആ പെണ്ണിനെ പരലോകത്ത് നിന്ന് അല്ലാഹു ബഹുമാനിക്കുമെന്ന്, ആ പെണ്ണിനെ അല്ലാഹു പരലോകത്ത് വെച്ച് ബഹുമാനിക്കുമെന്ന്, അവരെ അല്ലാഹു പരലോകത്ത് വെച്ച് ആദരിക്കുമെന്ന്, അവരെ അല്ലാഹു പരലോകത്തിനുള്ള സംരക്ഷിക്കുമെന്നാണ്. അല്ലാഹു തന്ന ബോഡിയെ, അല്ലാഹു തന്ന ആരോഗ്യത്തെ, അല്ലാഹു തന്ന സൗന്ദര്യത്തെ, ശരീരത്തെ നീ സംരക്ഷിക്കണം പ്രിയപ്പെട്ട പെങ്ങളെ. നിങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹു നാളെ പരലോകത്ത് നിങ്ങളെ സംരക്ഷിക്കാമെന്ന് നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് നബിയനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത്തെ വിഭാഗം അവരാണ്. അല്ലാഹു നമ്മൾ അറിയുന്നില്ലാവിന്റെ നമ്മുടെ ഉമ്മമാർക്കും സഹോദര സഹോദരിമാർക്കും മരുമക്കൾക്കും പേരമക്കൾക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും അല്ലാഹു ആ ഒരു സൗഭാഗ്യം നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു ആ സൗഭാഗ്യം തരട്ടെ. എത്ര വലിയ ഭാഗ്യ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അല്ലാഹുവിന്റെ പരലോകത്തെ ഉന്നതമായ വസ്ത്രം. മാഷാ അല്ലാഹ്. ദുനിയാവിലെ വസ്ത്രം പറഞ്ഞാൽ അങ്ങനെയല്ലോ. ദുനിയാവിലെ വസ്ത്രം നോക്കിയാൽ നിങ്ങൾ ഒന്ന് ആഞ്ഞിങ്ങനെ അടിക്കാൻ പറ്റുമോ? ഒന്ന് ആഞ്ഞ് തിരുമ്പാൻ പറ്റുമോ? ഒന്ന് ആഞ്ഞ് തിരുമ്പിയാ കുടുക്ക് ഇങ്ങനെ പൊട്ടു അല്ലേ? നമുക്ക് വസ്ത്രം തിരുമ്പിയാ പിന്നെ നമുക്കുള്ള ഡ്യൂട്ടി എന്താ? കൊടുക്കു തുന്ന. അങ്ങനെയാണോ? ചില ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ഇട്ടിട്ട് ആയിക്കോട്ടെ, അൽഹംദുലില്ലാ വളരെ സന്തോഷമാണ്. അതൊക്കെ വേണം. വാഷിംഗ് മെഷീനൊക്കെ മേടിച്ചു കൊടുക്കണം നമ്മള്. അതൊക്കെ വാങ്ങണം. നമ്മുടെ സഹോദരന്മാര് പാവല്ലേ? ആ കിടക്കട്ടെ. അപ്പൊ മാഷാ അല്ലാഹ് പറഞ്ഞു വരുന്നത് ദുനിയാവിലെ വസ്ത്രത്തിന് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ആ ഉന്നതമായ വസ്ത്രം കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ദുനിയാവിൽ നിന്ന് നിങ്ങളെ ശരീരത്തെ പരിപൂർണമായിട്ട് മറക്കണം. പരിപൂർണമായിട്ട് മറക്കണം. അതെങ്ങനെ പരിപൂർണമായിട്ട് മറക്കാം? വലിയൊരു പുതപ്പെടുന്നോണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ശരീരത്തിൽ ഇങ്ങനെ വിട്ടൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ കുട്ടികളെ കോത്താമ്പി അങ്ങനെ പരിഹസിക്കൂലേ? അതുപോലെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ മൂടിപ്പൊഞ്ഞിങ്ങനെ നടക്കുക. അങ്ങനെയല്ല. നിങ്ങളുടെ വേഷ വസ്ത്രധാരണ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണം. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശ്രദ്ധിക്കണം. അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരോടും നബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾ ഔറത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലാണെങ്കിൽ വിചാരിച്ചാണ്ട് ഇപ്പോ അങ്ങനെ ഇങ്ങനെ നടക്കാന്ന ചില ആളുകളുണ്ട്. വീട്ടിലാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ബുർമുടട്ട് ഇങ്ങനെ നടക്കും. വീട്ടിലാണെന്ന് കരുതിയിട്ട് ട്രൗസർ ഇട്ട് ഇങ്ങനെ നടക്കുക ചില ആളുകൾ.
ചില പുരുഷന്മാരൊക്കെ അതൊക്കെ വളരെ മോശമാണ്. ഔറത്ത് മറക്കേണ്ടത് എല്ലായിടത്തും നിർബന്ധമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വീട്ടിലാണെങ്കിലും ശരി നിങ്ങൾ ഔറത്ത് മറക്കണം. അത് ശരിയാണ്. വീട്ടിലാണല്ലോ, ഞാൻ എന്റെ ഭാര്യ മാത്രമല്ലോ, ഞാൻ മാത്രമുള്ളൂ എന്റെ റൂമിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഒന്നും ഇടാതെ നടക്കാൻ പാടില്ല. കുളിക്കുന്ന സമയത്ത് വരെ നിങ്ങൾ ഔറത്ത് മറക്കണം. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ, മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിക്കുന്ന സമയത്ത് മറിയം ബീവിനോട് അല്ലാഹു പറഞ്ഞ എന്താ, ഒറ്റയ്ക്ക് കുളിക്കുന്നുള്ളൂ. സൂറത്ത് മറിയം പറയുന്നുണ്ട്, മരുഭൂമിയിൽ നിന്ന് ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് കുളിക്കണം. എന്നിട്ട് പോലും മറിയം ബീവിനോട് പറഞ്ഞ, മറിയം ബീവി തങ്ങളെ മഹദിയെ നിങ്ങളെ ഹിജാബ് വെക്കണം, അഥവാ കുളിപ്പുര കെട്ടണം, മറ വേണം. കുളിക്കുന്ന സമയത്താണെങ്കിലും മറ വേണം. ചില ആളുകൾ കണ്ടില്ലേ, വലിയ കുളത്തിലൊക്കെ, ഇപ്പൊ പിന്നെ കൊറോണയുടെ കുളത്തിലൊന്നും ചാടാൻ പോണില്ല, പോരുത് നമ്മളിപ്പെട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുളത്തിലൊക്കെ ചാടാൻ പോകുമ്പോ വലിയ ഈ ചെറിയ അടിവസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ കുളത്തിൽ ചാടുക, ഞാൻ തമാശ പറയില്ല, അതൊക്കെ ഒഴിവാക്കേണ്ട കാലം എന്നോ അതിക്രമിച്ചു പോയി. ചെറുപ്പക്കാരോടാ പറയണത്, നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാരോട് ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പരിപൂർണമായ ഹിജാബോടുകൂടി നടക്കുക എന്ന് പറഞ്ഞാൽ ഔറത്ത് നിങ്ങൾ വെളിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹിജാബ് ധരിച്ച പെണ്ണിനെ പരലോകത്ത് പ്രത്യേക പദവി കൊടുത്ത് അല്ലാഹു ആദരിക്കുമെന്നാണ്. വിഷയത്തിലേക്ക് തന്നെ തുടരുകയാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യ ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, തങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ആദ്യം പറയുക നബിയെ, തങ്ങളുടെ പെൺമക്കളോട് നിങ്ങൾ ആദ്യം പറയുക നബിയെ, അതിനുശേഷം ലോകത്ത് വരാനുള്ള മുഴുവൻ ജനങ്ങളോട് നിങ്ങൾ പറയുമോ നബിയെ. അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ നിങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യുജ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അജ്നാ അയ്യുറഫന ഫലാ യുദൈന. നിങ്ങളെ ശരീരം നിങ്ങൾ പർദ്ദ നിങ്ങൾ താഴ്ത്തിയിടണം. നിങ്ങളെ ശരീരത്തിലെ പർദ്ദ നിങ്ങൾ ശരീരത്തിൽ താഴ്ത്തിയിടണേ. പരിപൂർണമായി ശരീരം മറക്കുന്ന രൂപത്തിലുള്ള പർദ്ദ ധരിക്കണേ. പരിപൂർണമായി ശരീരത്തിലെ ഔറത്തുകൾ മറ്റുള്ളവരെ കാണുന്ന രൂപത്തിൽ, അവർക്ക് മറ്റുള്ളവർക്ക് മറക്കുന്ന രൂപത്തിലുള്ള പർദ്ദയാണെങ്കിലും സാരിയാണെങ്കിലും മാക്സിയാണെങ്കിലും ചുരിദാറാണെങ്കിലും മറ്റുള്ള അന്യപുരുഷന്മാർക്ക് ശരീരത്തിലെ അവയവങ്ങളെ കാണാനുള്ള അവസരം മോളെ നിങ്ങൾ ഒരുക്കി വെക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നേ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. മാഷാ അല്ലാഹ്. എന്നിട്ട് ഖുർആൻ തന്നെ പറയട്ടെ, അത് എന്തിനാണെന്നോ അങ്ങനെ പറയുന്നതെന്നറിയോ? നിങ്ങളെ ഒരിക്കലും അല്ലാഹു ആ വസ്ത്രത്തിന്റെ ഇടയിൽ, വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഒരിക്കലും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. പർദ്ദ ധരിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ذلك أدنى أن يعرفنا. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവരെ വസ്ത്രം ധരിക്കുമ്പോ ആണാണോ പെണ്ണാണോ തിരിച്ചറിയില്ല. ചില ആളുകൾ അങ്ങനെയാണല്ലോ, ജീൻസും ടീഷർട്ടും കണ്ടിട്ട് ഇങ്ങനെ വരുന്ന കണ്ട അല്ലാ അതിപ്പോ ആണാണോ പെണ്ണാണോ, അടുത്തെത്തിയാലേ അറിയുള്ളൂ, അടുത്തെത്തിയാലേ ഏതേ സാധനം തന്നെ അറിയുള്ളൂ. അങ്ങനെയാവരുത്. നിങ്ങളെ തിരിച്ചറിയണം. നിങ്ങളെ വസ്ത്രത്തിലൂടെ നിങ്ങളെ തിരിച്ചറിയണം. വസ്ത്രത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. വസ്ത്രവേഷം കാണുമ്പോ തിരിച്ചറിയണം, അത് പെണ്ണാട്ടോ, അത് ആണാട്ടോ, അത് ആണാണോ പെണ്ണാണോ, രണ്ടും കണക്കാണോ? അങ്ങനെയാവരുത്. വസ്ത്രത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. ആ രൂപത്തിൽ വസ്ത്രം ധരിക്കണം. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമതായി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുകയാണ്, ഫലാ യുദൈന. നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ്,
ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പരിപൂർണമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ശരീരത്തിന്റെ ഭംഗി കാണിക്കാതെ പർദ്ദ ധരിക്കുന്ന, ചുരിദാർ ധരിക്കുന്ന, സാരി ധരിക്കുന്ന, തലമറക്കുന്ന അറിയുന്നില്ലാവില്ല ഈമാനുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഓഫർ എന്താണെന്നറിയോ? വകാനല്ലാഹു ഗഫൂറർ റഹീമാ. നിങ്ങൾ മനോഹരമായ നിങ്ങളെ ശരീരത്തെ മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നതിലൂടെ വകാനല്ലാഹു ഗഫൂറർ റഹീമാ, കഴിഞ്ഞുപോയ പാപക്കറകൾ മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, നബിയേ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, ഈ സമുദായത്തിന് അങ്ങ് പറഞ്ഞു കൊടുക്കുക നബിയേ. കാരണം സയഅതി സമാനുൻ ലാ ഉമ്മതി, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സയഅതി സമാനുൻ ലാ ഉമ്മതി, എന്റെ സമുദായത്തിൽ എന്നൊരു വിഭാഗം ജനങ്ങൾ വരുന്നുണ്ട്, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ വരുന്നുണ്ട്. ആ ജനങ്ങളുടെ അടയാളം എന്തെന്നറിയോ? അവരെ തലമറച്ചോ തലമറച്ചിട്ടുണ്ട്, അവരെ മാറുമറച്ചിട്ടുണ്ടോ മാറുമറച്ചിട്ടുണ്ട്, അവന്റെ കൈകാലുകൾ മറച്ചിട്ടുണ്ടോ മറച്ചിട്ടുണ്ട്, ശരിയാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ശരിയാണ്. അല്ലാഹുവേ അവരുടെ മുൻഭാഗവും പിറകുഭാഗവും രണ്ട് സൈഡുകളും വളരെ കൃത്യമായി അവർ മറച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മറച്ചാലും മറക്കാത്തത് പോലെയാണ് സ്വഹാബ. അങ്ങനത്തെ ഒരു വിഭാഗം ഈ സമുദായത്തിലെ അപകടകരമായ രൂപത്തിൽ വരുന്നുണ്ട് സ്വഹാബ. സ്വഹാബത്ത് ചോദിച്ചു, അങ്ങനെ ഒരു വിഭാഗം വരുമോ നബിയേ? തലമറക്കാത്ത പെണ്ണുള്ള കാലഘട്ടം വരുമോ നബിയേ? മാറുമറക്കാത്ത പെണ്ണ് ജീവിക്കുന്ന കാലഘട്ടം വരുമോ നബിയേ? ശരീരത്തിൽ അഴകുകൾ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്ന രൂപത്തില് അങ്ങനെ നടക്കുന്ന കാലഘട്ടം ഈ ദുനിയാവിൽ വരുമോ നബിയേ? ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല തങ്ങളെ. റാമിയത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത മഹാന്മാരായ സ്വഹാബത്തുള്ള ചോദ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു കാലഘട്ടം വരുന്നുണ്ട് സ്വഹാബ, അവർ തലമറക്കുന്നുണ്ട് പക്ഷേ മുടി പുറത്താണ്, അവരെ മാറിമറക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ കണ്ണ് അതിലേക്ക് നോക്കുമ്പോ ആ കണ്ണിനെ ആകർഷിക്കുന്ന രൂപത്തിലാണ് അവർ വസ്ത്രം ധരിച്ചത്. വസ്ത്രം ധരിച്ചാലും വസ്ത്രം ധരിക്കാത്തതുപോലെ, വസ്ത്രം ധരിച്ചാലും വസ്ത്രം ധരിക്കാത്തതുപോലെ, തലമറച്ചാലും തലമറക്കാത്തതുപോലെ, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം മറച്ചാലും മറക്കാത്തതുപോലെയുള്ള വേഷധാരികൾ കടന്നു വരും സ്വഹാബ. അവരെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയാണ് സ്വഹാബ, അവരെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോ ഭയമാണ് സ്വഹാബ. അറിവിന്ദിനാവിന്റെ ഈമാനുള്ള മുത്തുമാണിക്കല്ലുകളെ, ഈമാനുള്ള പ്രിയപ്പെട്ട മുത്തു ഉമ്മമാരെ, ഈമാനുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, കഴിഞ്ഞ കാലഘട്ടം എങ്ങനെയാണെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. കലാലയങ്ങളിലും കോളേജുകളിലും പഠിക്കുമ്പോ നമ്മുടെ യുവത്വത്തിലുള്ള പ്രസരിപ്പ് കൊണ്ട് പല കുറ്റങ്ങളും ജീവിതത്തിൽ വന്നേക്കാം. പല രൂപത്തിലും നമ്മൾ ശരീരം മറക്കുന്ന വസ്ത്രം, പല രൂപത്തിലുള്ള വസ്ത്രം നമ്മൾ ധരിച്ചേക്കാം. പക്ഷേ അറിവിന്ദിലാവിലെ കുടുംബങ്ങളായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മാറ്റണം മോളെ, മാറണം മോളെ, മാറി ചിന്തിക്കണം സഹോദരിമാരെ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ദുനിയാവിന്റെ, നമ്മുടെ പരലോകത്തിന്റെ, നമുക്ക് കടക്കാനുള്ള ഖബറിന്റെ വിജയത്തിന് വേണ്ടിയാണ്
ആണ് പരലോകത്തെ പരാജയപ്പെട്ടു പോകുന്ന പാപരാവാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നിങ്ങളെ വസ്ത്രധാരണം നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം ഉമ്മത്തേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയട്ടെ, ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഒരാളെയും ഞാൻ ചീത്ത പറയുകയല്ല, നിങ്ങൾ അങ്ങനെയാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മുടെ ഹൃദയാന്തരത്തിന്റെ അകത്തേക്ക് പാപക്കറകളുടെ ഓരോ തുള്ളിമലകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒലിപ്പിച്ചു തരുമ്പോ ആ ഇബ്ലീസിനെ മഹാനായ ശൈഖ് മടവൂർ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് ആ ഇബ്ലീസിനെ തട്ടിമാറ്റാൻ, ആ ഇബ്ലീസിന്റെ ചിന്തകളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാൻ, ഇബ്ലീസിന്റെ ചിന്തകളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാൻ നമ്മളെ മനസ്സ് കാണിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നോക്കിയേ നിങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്കിയേ നിങ്ങൾ, വല്യദ്രിബിന ബിഖുമൂരിഹിന്ന അലാ ജയൂബിഹിന്ന, അവരുടെ മക്കനകൾ നെഞ്ചിന് മീതെ അവർ താഴ്ത്തട്ടെ നബിയേ. ഒരിക്കലും തന്നെ പിരടിയും അവരുടെ മുഖവും അവരുടെ പിരടിയും അവരുടെ നെഞ്ചും വെളിവാക്കാത്ത രൂപത്തിൽ അവരുടെ ശരീരം അവർ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ചില ആളുകളെ ഓന്റെ വിളേ ഇതല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമല്ലോ, ഈ ഹിജാബൊക്കെ ഇട്ട് ഇങ്ങനെ അല്ലെങ്കിലേ ചൂടാ എന്നിട്ട് ഇപ്പൊ ഇത് ഇട്ട് ഇങ്ങനെ നടക്കണേ, പലതും പറയും. പക്ഷെ അവിടെയൊന്നും നമ്മുടെ ഈമാൻ അടിയറവ് വെക്കാൻ പാടില്ല. പലപ്പോഴും ശ്രദ്ധിക്കണം. മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പലവട്ടം പറഞ്ഞതാണ്, ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്താദ് എന്താ ഞങ്ങളെ മാത്രം പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. ആണുങ്ങളെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞ് അവരൊരു മൂലക്കിരുത്തിയിട്ടാണ് ഈ വിഷയം പറയുന്നത്. ആണുങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ശരിയാണ്, താഴെ ഇറങ്ങരുത്, ഇടക്ക് നാല പുട്ടക്ക് തേടുമ്പോൾ അവർക്കൊരു ഷോക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മാത്രം പറയല്ല, എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ തലമറക്കുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ തലമറക്കണം. ഖുർആൻ എങ്ങനെ പറഞ്ഞത്? തലമറക്കുന്ന സമയത്ത് നിങ്ങൾ പരിപൂർണമായിട്ടും മറക്കണം. വല്യദ്രിബിന ബിഖുമൂരിഹിന്ന അലാ ജുയൂബിഹിൻ, സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പറയാം, അവരുടെ മക്കനകൾ നെഞ്ചിന് താഴെ അവർ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ ഫുൾ മറച്ചുകൊണ്ട് ആ മുടിയിൽ മാത്രം ഇങ്ങനെ കെട്ടിയിടില്ല, ഇങ്ങനെ ചെയ്യരുത്. തല മറച്ചാലും അതിങ്ങനെ പുറത്തേക്ക് കാണുന്ന രൂപത്തിലാവരുത്, അതിങ്ങനെ താഴ്ത്തിയിടണം. അങ്ങനെ ചെയ്യുന്നവരാണ് നല്ലവരുടെ സ്വഭാവം, അങ്ങനെയാണ് നല്ലവരുടെ വസ്ത്രധാരണം അങ്ങനെയാണ്. അപ്പോ നമ്മൾ തട്ടം ധരിക്കുമ്പോ മുടി ശരിക്കും മറക്കണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മുടി ശരിക്കും ചെയ്യണം, തട്ടത്തിൽ നമ്മൾ മറക്കണം. ചില തട്ടങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ തെളിഞ്ഞു കാണും. അതിപ്പോ ഞങ്ങളെ കുറ്റല്ലല്ലോ, പക്ഷെ തട്ടത്തിന്റെ കുറ്റല്ലേ. തട്ടം വാങ്ങുമ്പോ നമ്മൾ നോക്കണം. തട്ടം വാങ്ങുമ്പോ ഏതായാലും നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത്, അല്ലേ? കാശ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ മറക്കാൻ പറ്റുന്ന രൂപത്തിൽ വാങ്ങണം. അങ്ങനെയാണ്. ചിലപ്പോ പരസ്യങ്ങളൊക്കെ വരും, എങ്ങനെ ഈ തട്ടം വാങ്ങൂ, നിങ്ങളെ ശരീരം മറക്കൂ, പിന്നെ ചൂടിനകറ്റാൻ വേണ്ടിട്ട് കട്ടി കുറഞ്ഞ തട്ടൊക്കെ വിപണിയിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതൊക്കെ പിന്നെ പറ്റും, സുഖമാണ്. മീൻ കോരാനൊക്കെ ഇങ്ങനെ പറ്റും, നല്ല സുഖമാണ്. അപ്പോ ആ തട്ട്, ചില തട്ടം കണ്ടി നിങ്ങൾ അത് ധരിച്ചു കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണും. അല്ലെങ്കിൽ ചിലത് ശരിക്കും കാണുന്നില്ല, എന്നാലോ കുറച്ചൊക്കെ ഇങ്ങനെ കാണും, കുറച്ചൊക്കെ കാണും. ഈ മുടിമ കുത്തി പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ചിലർ ആ തട്ടിടാറുണ്ട്. ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഏതായാലും നമ്മൾ തലമറക്കാണ്. ആ തലമറക്കുന്നത് പരിപൂർണമായിട്ട് മറക്കും. ചില ആളുകൾ തലമറക്കുമ്പോ ഈ തലയുടെ മുഴുവൻ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരൂല, അത് എത്ര വലിച്ചാലും. ചില ആണുങ്ങൾ കണ്ടില്ല നിങ്ങൾ, ചില ആളുകളൊക്കെ ബസ്സിലൊക്കെ കയറിയാൽ കാണാം, അവര് ബസ്സിലങ്ങോട്ട് കയറിയിട്ട് അവര് മേലെ ഇങ്ങനെ കമ്പി പിടിക്കും. ഈ കമ്പി ഇങ്ങനെ പിടിച്ചുമ്പോ ഒരു കയ്യിൽ കമ്പി ഉണ്ട്, ഒരു കയ്യിൽ ഷർട്ട് ഇങ്ങനെ വലിക്കും. ഇതെങ്ങനെ വലിയുന്നത്? റബ്ബററ്റ് ഇങ്ങനെ നീളാന് വാങ്ങുമ്പോ തന്നെ നീളല്ല ഷർട്ട് വാങ്ങണ്ടേ, അല്ലെങ്കിൽ അടിക്കുമ്പോ തന്നെ നീളം കുപ്പായി അടിക്കണ്ടേ, കുറച്ച് നീളല്ല കുപ്പായി അടിക്കണ്ടേ. ഇത് ചെറിയ ഒരു മുറിയും കുപ്പായം ഇങ്ങനെ അടിച്ചു, എന്നിട്ട് ബസ്സിന്റെ കമ്പി ഇങ്ങനെ പിടിച്ചും ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണിയിൽ ഈ കുപ്പായം പിടിച്ചിട്ട് ഇങ്ങനെ
ഇങ്ങനെ അങ്ങനെ വലിച്ചോണ്ട് എന്ത് കാര്യമില്ലേ, ഇത് നൂലുവോ, ഇത് റബ്ബർ കുപ്പയല്ലല്ലോ. അപ്പൊ അടിക്കുമ്പോ തന്നെ നല്ലതുപോലെ ശരിക്കും വാങ്ങി അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങണം നമ്മൾ. അതെങ്ങനെയാണ്? അതേ പ്രകാരം തന്നെ തലമറക്കുന്ന സമയത്ത് പരിപൂർണമായിട്ട് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം. അതങ്ങനെ തന്നെയാവണം. അതുകൊണ്ടാണല്ലോ ഒരിക്കലും തന്നെ നിങ്ങൾ തലമറക്കുന്ന സമയത്ത് മുടി പുറത്തേക്ക് കാണുന്ന രൂപത്തിലാവരുത്. ഒരിക്കലും തന്നെ നിങ്ങളെ തലമുടി പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള തട്ടമാവരുത് പ്രിയപ്പെട്ട സഹോദരിമാരെ. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചില ആളുകൾ തലമറച്ചിട്ടുണ്ട്, പക്ഷേ തലമറക്കാത്തതുപോലെ ശരീരത്തിലുള്ള മുടിയിലകൾ പുറത്തേക്ക് നിഴലടിച്ച് കാണുന്നത് പോലെയുള്ള തട്ടം അറിയുമോ നിങ്ങൾക്ക്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം പറയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്റെ വീട്ടിൽ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയാണ്. ചരിത്രം പറയുന്നത് വഅലൈഹാ സിയാബുൻ നികാ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ കട്ടി കുറഞ്ഞ തട്ടമാണ് ധരിച്ചിട്ടുള്ളത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ വീട്ടിലുണ്ട്. അല്ലാഹുവേ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിലുള്ള തട്ടമുണ്ടല്ലോ, ഇന്ന് കണ്ടിട്ടില്ലേ പല സഹോദരിമാരുടെ തലയിലും ചില സഹോദരിമാരുടെ തലയിൽ, എല്ലാവരുടെ തലയിലും അല്ലട്ടോ, എല്ലാവരും അറിവിന്ദിലാവിന്റെ ഒരു സഹോദരിമാർ അങ്ങനെ ധരിക്കൂല. ഇനി ആണെങ്കിൽ അത് മാറ്റി വെക്കാൻ നമ്മൾ കുറ്റപ്പെടുത്തല്ല, അത് അറിയാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോ വിലക്കുറവ് ഇയാളാകെ 100 രൂപ തരുള്ളേ. അത് ഈ പുരുഷന്മാരുമാണ് ശ്രദ്ധിക്കുന്നത്. ഈ കട്ടി കുറഞ്ഞ തട്ടത്തിന്റെ വില കുറവേ തരാം. അങ്ങനെയൊക്കെ തട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പറയാം ഈ കട്ടി കൂടിയ പിന്നെ തട്ടുണ്ടാവും, അത് വാങ്ങാനുള്ള കാശ് കൊടുക്കണം. ഇതാകെ ഇങ്ങനെ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ കൊടുക്കും. അതുകൊണ്ടെല്ലാം വാങ്ങിക്കോട്ടോ, ഒരു പർദ്ദി 2 കൂട്ടം പർദ്ദി വാങ്ങിക്കോ, 2 തട്ടം വാങ്ങിക്കോ, എന്തൊക്കെയാ വേണ്ടതൊക്കെ വാങ്ങിക്കോ, ആകെ ഒരു 150 രൂപ കൊടുക്കും. എന്നിട്ട് ആ 150 രൂപ പോലും ഇങ്ങനെ ഒപ്പിച്ചു സഹോദരിമാര്. അവിടെ ചെന്ന് ടാക്സേഷൻ ഇങ്ങനെ ഒപ്പിച്ചു. അതിനെത്രയാ? അതിന് 50 രൂപ. അപ്പൊ ഇതിനെത്ര? ഇതിന് 45 ഉള്ളൂ. അപ്പൊ ഈ 45ന്റെ കുറച്ച് കട്ടി കുറവേക്കാൻ പിന്നെ ഓല കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? നിങ്ങൾ ആകെ കൊടുത്തേച്ച് എത്ര? ഈ 100 രൂപന്റെ നോട്ടങ്ങൾ കൊടുത്തേച്ചത്. പിന്നെ 45 രൂപന്റെ തട്ടല്ലേ അവര് വാങ്ങുള്ളൂ. അവർക്ക് അവിടെ ചെന്നാ പിന്നെ എന്തൊക്കെയാ വാങ്ങണ്ടാവും? പലതും വാങ്ങാണ്ടാവല്ലോ. അപ്പൊ ആ വാങ്ങാനുള്ളതൊക്കെ അതിനനുസരിച്ചുള്ള കാശ് നമ്മൾ കൊടുക്കണം. പലരും അങ്ങനെയാണ്, അതിന് വാങ്ങാനുള്ള കാശൊന്നും കൊടുക്കൂല. എന്നിട്ട് അവര് പിന്നെ ഈ കട്ടി കുറഞ്ഞ തട്ടൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ പുറത്ത് കണ്ടിട്ട് ഇപ്പൊ എന്താ വാങ്ങിയത് അത് പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അവരെ വേദ എടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പൊ വാങ്ങി കൊടുക്കുമ്പോ നമ്മളത് നല്ലതുപോലെ തന്നെ വാങ്ങിക്കൊടുക്കുക, അതിനുള്ള കാശ് നമ്മൾ കൊടുക്കുക. അത് അങ്ങനെ തന്നെ വേണ്ടത്. അപ്പൊ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിൽ ചെറിയ കട്ടില്ലാത്ത തട്ടായി ഉണ്ടായിരുന്നത്. അപ്പൊ ചിലരിങ്ങനെ കണ്ടോ മൂല്യരുന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയാം, അസ്മാ ബീവി അങ്ങനത്തെ തട്ടം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയണ്ട. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിൽ അങ്ങനത്തെ തട്ടം കണ്ടപ്പോ അതിനെ എതിർത്തു മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനും എന്റെ പ്രിയപ്പെട്ട അസ്മാ പൊന്നുമോളും എന്റെ പ്രിയപ്പെട്ട സഹോദരിയും ഞങ്ങൾ വീട്ടിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കടയിലാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഉടനെ തന്നെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് കാണുകയാണ്. കണ്ട ഉടനെ തന്നെ വഅലൈഹാ സിയാബുൻ നികാ വഅലൈഹാ സിയാബുൻ നികാ. അവരുടെ മേലിൽ ഒരു വലത്തട്ടമായിരുന്നായിരുന്നത് കട്ടി കുറഞ്ഞ തട്ടം, അഥവാ തലമറച്ചാൽ മുടിയൊക്കെ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മൈൻഡ് ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ എന്തേ നബിയേ നിങ്ങൾ മിണ്ടാത്തത് നബിയേ? തങ്ങൾ എന്തേ മിണ്ടാത്തത് നബിയേ? വല്ല വിഷമവുമായോ നബിയേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് പാടില്ല ഈശ, അത് പാടില്ല ഈശ, അത് പാടില്ല ഈശ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ തറയിൽ നീ തട്ടം കണ്ടില്ലേ ആയിഷ, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ തല മുഴുവനായിട്ടും മറക്കുന്നില്ലല്ലോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ ബീവിയോട് പറയുകയാണ്, യാ അസ്മാ ഇന്നൽ മർഅത ഇദാ ബലഗത് ഫഇന്നഹു ലാ യസ്ലഹു അൻ യറാ മിൻഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ അസ്മാ, പൊന്നുമോളെ അസ്മാ, നിന്റെ തലയിൽ നീ മറച്ച തട്ടമുണ്ടല്ലോ അസ്മാ, അത് മാറ്റണം മോളെ, മാറ്റണം മോളെ. അത് ധരിച്ചത് കൊണ്ട് പ്രയോജനമില്ല മോളെ. കാരണം എന്തെന്നറിയോ, അത് ഥിയാബണ്ടിക്കാണ്, അത് കട്ടി കുറഞ്ഞ തട്ടമാണ് മോളെ, അത് കട്ടി കുറഞ്ഞ തട്ടമാണ് മോളെ. കട്ടി കുറഞ്ഞ തട്ടം അത് ഒരിക്കലും നീ ധരിക്കാൻ പാടില്ല മോളെ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എതിർക്കുകയാണ്. അല്ലാഹുവേ, കട്ടി കുറഞ്ഞ തട്ടം ആരെങ്കിലും തലയിൽ ഇടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ മാലാഖമാരുടെ ശാപം വാങ്ങാൻ കാരണമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് തട്ടം മാത്രമല്ലല്ലോ, അത് തട്ടം മാത്രമല്ലല്ലോ, ഏത് വസ്ത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് വസ്ത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് വസ്ത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ധരിക്കുന്ന വസ്ത്രം കട്ടി കുറഞ്ഞതായ അത് മറ്റുള്ളവർക്ക് കാണാൻ സുഖമാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തലമുടി കണ്ടാൽ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ശരീരത്തിന്റെ സൗന്ദര്യം നിങ്ങളെ വസ്ത്രത്തിന്റെ കടയിലൂടെ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് അല്ലാഹുവിന്റെ ശാപം വാങ്ങാൻ കാരണമാണ്. അതുകൊണ്ട് വീട്ടിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും വളരെ അതവോടുകൂടെ അച്ചടക്കത്തോടുകൂടെ വസ്ത്രം ധരിക്കുന്ന ഒരു സാലിഹായ ഈമാനുള്ള പെണ്ണായിട്ട് മാറണമെന്ന് എന്റെ പ്രിയപ്പെട്ട അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തട്ടം ധരിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ പർദ്ദ ധരിക്കേണ്ടത്, പുറത്തേക്ക് കാണുന്ന രൂപത്തിലാവരുത്. എന്നിട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ശരീരം ഇടുക്കുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കരുത് എന്നാണ്. മുത്തുനബി പറയട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരീരത്തിൽ ടൈറ്റായി നിൽക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, അത് പുരുഷന്മാരങ്ങനെ തന്നെയാണ്. ശരീരത്തിൽ ഇങ്ങനെ ഇടും ചെയ്ത് കൊള്ളിച്ചും ചെയ്ത് പിന്നെ അത് വലിക്കാൻ രണ്ടാൾ വേണം. അങ്ങനെ ഉണ്ട് ചില ചെറുപ്പക്കാരെ ഫാൻ, ചില കുട്ടികളെ ഫാൻ അങ്ങനെയാണ്, ഇടാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും കുത്തി കൊള്ളിച്ച് അങ്ങനെ ഇട്ടോളും. ചാടി കളിച്ചിട്ട് ഇങ്ങനെ രണ്ട് ചാട്ടൊക്കെ ചാടി ചിലപ്പോ ആ ഫാൻ അങ്ങോട്ട് കയറി പോകും. പക്ഷെ അത് വലിക്കണമെങ്കിൽ ഇമ്മ നിങ്ങൾ വന്നാണ്, നാളെ എങ്ങോട്ട് വന്നാണ്, എന്നിട്ട് എന്തിനാ ഈ ഫാൻ്റെ നൂരി തരാണ്. അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ ഫാൻ്റെ ഒക്കെ ഉണ്ട് മാഷാ അല്ലാഹ്. എന്നിട്ട് ആ ഫാൻ ഇങ്ങനെ വലിക്കണം, അങ്ങനെ ഈ വലി ഇങ്ങനെ വലിക്കണം, ഫാന്റ് വലിക്കണം. അല്ലാഹുവേ, അങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൽ ടൈറ്റായി നിൽക്കുന്ന വസ്ത്രം, അവസ്ഥ ബനിയനോ, അത് ഇതിന്റെ ഉള്ളിലല്ലേ, അത് ധരിക്കണം. അപ്പൊ പുറത്ത് കാണുന്ന വസ്ത്രം, ടൈറ്റായി നിൽക്കുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കരുതെന്നാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പ്രശ്നം തന്നെയാണ്. ആരോഗ്യപരമായിട്ടും ആരോഗ്യത്തിനും അത് പ്രശ്നമാണ്. അത് പർദ്ദ എന്ന് മാത്രമല്ല, മാക്സി എന്ന് മാത്രമല്ല, ഏതാണെങ്കിലും ശരി, ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന വസ്ത്രവും നിങ്ങൾ ധരിക്കരുത്. അതാണും പെണ്ണൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, ചരിത്രം അതിനും ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യാത്ര പോകുന്ന സമയത്ത്
ഒരു പ്രിയപ്പെട്ട സ്വഹാബിയെ യാത്രക്കടയിൽ വിളിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, മോനെ നിനക്ക് ഈ വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമുണ്ടോ മോനെ? ഈ വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമുണ്ടോ മോനെ? അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറയുകയാണ്, ഈ വസ്ത്രം നിങ്ങളെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രമാണ്, നിങ്ങളെ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്ത്രം നിങ്ങൾ മാറ്റണമെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പുറത്തിറങ്ങുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഹിജാബോടെ ഔറത്ത് വെളിവാകാതെ ജീവിക്കുന്നവരാരാണ്? അവരാണ് സ്വലാഹിയത്തുള്ള അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രൂപത്തിലൂടെ നടക്കുന്നവരെന്ന് പരിശുദ്ധമായ ഇസ്ലാം. അതിനാളുണ്ടോ ഇല്ലേ എന്ന് നോക്കണ്ട. ചിലപ്പോ ഇങ്ങനെ തട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തട്ടല്ലാതെ ഇങ്ങനെ നടക്കും. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ആളുകൾ വന്ന് കോളിംബെല്ലടിക്കും. ഈ കോളിംബെല്ലടിക്കുമ്പോൾ നമ്മളിങ്ങനെ തട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കയ്യിൽ ഇങ്ങനെ കൈക്കല കണ്ടുണ്ടാവും, ഒരു കയ്യിൽ ഇങ്ങനെ കുറുക്കുണ്ടാവും. എന്നിട്ട് അതേറ്റ് ഇങ്ങനെ പോകും. എന്നിട്ട് വാതില തുറന്നു നോക്കും. അപ്പോഴേക്കും വേറെല്ല പുറത്ത് ആരെങ്കിലൊക്കെ വന്നാല് അപ്പൊ അതിന്റെ മുമ്പ് തന്നെ തലയിൽ തട്ടിട്ട് പോയ പോരെ. ഇതൊന്നും നോക്കൂല, തട്ടുണ്ടാലോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഏതൊരു ഹവീലും ഇങ്ങനെ പോകും. എന്നിട്ട് ഇങ്ങനെ വാതില തുറക്കുമ്പോൾ ഇമേ ഇങ്ങളെ ഇനി അങ്ങനെയല്ല, അതിന്റെ മുമ്പ് തന്നെ തലയൊക്കെ മറിച്ചിട്ട്. അല്ലെങ്കിൽ ഈ സഹോദരിമാർ ഡോറ് തുറക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഇപ്പത്തെ കാലഘട്ടല്ലേ, പകലാണെങ്കിലും പോലും ഇപ്പൊ ഇവന് എന്തോ ഒരു ശല്യം ഉണ്ടെങ്കിൽ ബ്ലാക്ക് മാൻ ഒക്കെ പോയി തോന്നില്ലേ. ഇപ്പൊ കൊറോണ വന്നപ്പോ ബ്ലാക്ക് മാൻമാർക്കും പേടിയായി തോന്നുന്നു. മറ്റിങ്ങനെ ബ്ലാക്ക് മാന്റെ ശല്യം എല്ലായിടത്തും. അപ്പോ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് സഹോദരിമാര് കഥക്ക് തുറക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ പറയുക, പല വീട്ടിലും പല അപകടങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ ചിലപ്പോ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കഥക്ക് തുറക്കുന്നത്. പക്ഷെ വീട്ടിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആ ആണുങ്ങളെ കൊണ്ടാണ് കഥക്ക് തുറപ്പിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്നറിയോ, അത് വല്ലാത്തൊരു വലിയ അപകടങ്ങൾ അത് എത്തിത്തീർക്കാൻ സാധ്യതയുണ്ട്. വലിയ അപകടങ്ങൾ അതിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വീട്ടില് മക്കളുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് തുറപ്പിക്കാം. അല്ലെങ്കിൽ ജനവാതിൽ പയ്യെ ഒന്നിങ്ങനെ തുറന്നിട്ട് നോക്കാം, അത് ആരാണെന്ന് നോക്കാം. അത് ആരാണ് എന്നുള്ളതൊന്ന് ഒന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ട് തുറക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരെ തുറന്ന് നോക്കിക്കോട്ടെ, അതങ്ങനെ തന്നെ ചെയ്യണ്ടേ. കാരണം അതങ്ങനെ തന്നെ അപകടം. അപ്പൊ വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തലമറച്ചിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയോ, കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഇവിടെ എപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വല്ലാത്ത അതബോടുകൂടി തന്നെ ആയിഷ നിങ്ങൾ ഇരിക്കണം. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, കണ്ണ് കാണാത്ത ആളാണ് നിങ്ങളെ മുമ്പിൽ വരുന്നതെങ്കിലും നിങ്ങൾ പരിപൂർണമായി ഹിജാബിലായിരിക്കണം എന്നാണ്. അതിനെന്താ ഉസ്താദേ? അപ്പൊ നമ്മളൊരു ചോദ്യമാണല്ലോ അല്ലേ, അതിപ്പോ എന്തിനാ? കണ്ണ് കാണാത്തവർക്ക് പിന്നെ കണ്ണൊന്നും കാണില്ലല്ലോ. അപ്പോ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാം? ഓര് നമ്മളെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് അവരെ മുമ്പിൽ തലയിൽ തട്ടണ്ടെന്നാ? അല്ല, കണ്ണ് കാണാത്തവരാണെങ്കിലും അവരുടെ മുമ്പിലും കണ്ണ് കാണുന്നവരുടെ മുന്നിലും നിങ്ങൾ ഏത് രൂപത്തിലൂടെയാണോ നടക്കുന്നത് ആ രൂപത്തിൽ തന്നെ കണ്ണ് കാണാത്തവരുടെ മുന്നിലും നിങ്ങൾ നടക്കണം. അതങ്ങനെ തന്നെയാണ്. അല്ല, അത് വല്ലാത്തൊരു കനിയായി പോയല്ലോ. അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, അവിടെയും ഞാൻ ചരിത്രം പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചരിത്രം പറയുകയാണ്, മാഷാ അല്ലാഹ്, നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവരിങ്ങോട്ട് കാണുമെന്നാണല്ലോ. കണ്ണ് കാണാത്തവരുടെ മുന്നിലും ശരീരം നമ്മൾ മറക്കണമെന്നാണ്. അവരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹദിയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനും മൈമൂന ബീബി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മൈമൂന ബീബി റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയും
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കണ്ണ് കാണാത്ത സ്വഹാബിയായ മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. മാഷാ അല്ലാഹ്, ഉടനത്തല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അസ്മാ നിങ്ങൾ അകത്തേക്ക് പോ, അസ്മാ നിങ്ങൾ അകത്തേക്ക് മാറി നിൽക്കൂ അസ്മാ. കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ആ സ്വഹാബി വന്ന് മുത്തുനബിയോട് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് പോയ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനോട് ഉമ്മു സലമ ബീവിയെ മൈമൂന ബീവിയെ ചോദിക്കുകയാണ്, തങ്ങളെ നമ്മളെ സംസാരിക്കുന്നതിന്റെ ഇടയിലെ ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വന്നല്ലോ നബിയേ. അത് കണ്ണ് കാണാത്ത ഒരു സ്വഹാബിയല്ലായിരുന്നോ നബിയേ? അത് കണ്ണ് കാണാത്ത സ്വഹാബിയല്ല നബിയേ. പിന്നെ എന്തിനാണ് ഞങ്ങളോട് തങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞതെന്ന് മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ മുത്ത് നബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. മോളെ അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല, മോളെ. കാരണം എന്തെന്നറിയോ? നിങ്ങൾക്ക് അങ്ങോട്ട് അവൾക്ക് ഇങ്ങോട്ട് കണ്ണ് കാണാൻ കഴിയൂല എങ്കിലോ ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ട് കാണാമല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കണ്ണ് കാണുന്നവരുടെയും കണ്ണ് കാണാത്തവരുടെയും മുന്നിലെ നിങ്ങളെ ശരീരം നിങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അറിവിന്ദിലാവല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, അറിവിന്ദിലാവ് കാണുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, വിനയത്തോടെ ഞാൻ പറയുകയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ ശരീരത്തിൽ മനോഹരമായ ഭാഗങ്ങൾ കാണുന്ന രൂപത്തില് നിങ്ങൾ ഒരിക്കലും വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണുന്ന രൂപത്തില് ഒരിക്കലും നിങ്ങൾ പ്രദർശനം നടത്താൻ പാടില്ല. ആ ഭാഗത്തെ മാത്രം പരലോകത്തിൽ നിന്ന് നരകത്തിന്റെ തീ കൊണ്ടുവന്നുകൊണ്ട് ആ ഭാഗത്ത് മാത്രം ശീല് വെക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ തലമണക്കുമ്പോ തലമുടി പുറത്ത് കാണുന്നുണ്ടോ? ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം പുറത്ത് കാണുന്നുണ്ടോ? ശരീരം നമ്മളെ മറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗം പുറത്തേക്ക് കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സാരി ധരിക്കുമ്പോ ശരീരത്തിലെ പല ഭാഗങ്ങൾ പുറത്തേക്ക് കാണാറില്ലേ? പലപ്പോഴും ചുരിദാർ ധരിക്കുമ്പോ ശരീരത്തിലെ ഭാഗങ്ങൾ പലതും പുറത്തേക്ക് കാണാറില്ലേ? ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല നിങ്ങളെ പറയുന്നേ, ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഉസ്താദ് ഞങ്ങളെ കുറ്റം പറയുകയാണെന്ന് ഒരിക്കലും നിങ്ങളെ കരുതാൻ പാടില്ല. ഈമാനോടെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു മാറ്റം നമുക്ക് വരണ്ടേ പൊന്നുമോളെ, ഒരു മാറ്റം നമുക്ക് വരണ്ടേ ഈമാനുള്ള പെങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മുമ്പേ കാണിച്ചു തന്ന ആ സുന്ദരമായ പാതാവ് നമ്മൾ കൈവടിയില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചു തന്ന പാതാവ് നമ്മൾ കൈവടിയില്ല. മഹദിമാര് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തന്ന ആ മനോഹരമായ പാതാവ് നമ്മൾ കൈവടിയല്ല. ഏതോ രാജ്യത്തുള്ള ഈമാനില്ലാത്ത സിനിമ നടന്മാർ
നടിമാര് സീരിയലിലെ നടിമാരുടെ വേഷം കണ്ടുകൊണ്ട് നമ്മുടെ വേഷം മക്കോട്ടെ നമ്മൾ ചായ്ക്കല്ല മോളെ. സ്പോർട്സ് താരങ്ങളുടെ വേഷം കണ്ടുകൊണ്ട് അവരുടെ മുടിയുടെ ഷേപ്പ് കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ ഈമാൻ നമ്മൾ പണയം വെക്കാൻ പാടില്ല മോനെ. നമ്മുടെ ഈമാൻ നമ്മൾ പണയം വെക്കാൻ പാടില്ല മോനെ. ഓരോ മോഡലുകൾ വസ്ത്രം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മോഡൽ ഇങ്ങനെ വസ്ത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോഡൽ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, മോഡൽ വേണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അത് ദീനിന് എതിരാവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ദീന് ഒരിക്കലും ദീന് ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, പലരും ചോദിക്കൂലേ ഉസ്താദേ, എന്തേ അങ്ങനെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവരെ കണ്ടാൽ അവർക്ക് നോക്കാതിരുന്നാൽ പോരെ? പലരുടെയും ചോദ്യം ഇതാണ്. ഞങ്ങൾ എങ്ങനെയാ നടന്നോട്ടെ, അവരിങ്ങോട്ട് നോക്കാൻ നിൽക്കണം. അതിപ്പോ എന്ത് ചോദ്യം? നമ്മളെങ്ങനെയാ നടന്നോട്ടെ, അവർക്ക് ഇങ്ങോട്ട് നോക്കാൻ നിൽക്കണം. അവർക്ക് അവരെ റൂട്ടിൽ നിന്ന് പോയാൽ പോരെ? അതും ചോദ്യം തന്നെയാണല്ലേ. പക്ഷേ അത് എന്തായാലും നോക്കിപ്പോ, അതെന്തായാലും ഇങ്ങനെ നോക്കിപ്പോ. നല്ലോണം പട്ടിണി കിടക്കുന്ന ആളെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ നല്ല ഒരു മാമ്പഴം അല്ലെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണി കൊണ്ടുപോയി നോക്കി, അവര് കഴിക്കൂലേ? നല്ല വിശപ്പുണ്ടാവും, നല്ല വിശപ്പുണ്ടാവും, കഴിക്കാതിരിക്കോ? നമ്മൾ കഴിക്കൂലേ? സ്വാഭാവികമായിട്ട് നമ്മൾ കഴിച്ചു പോകും. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യന് വിചാരത്തിനേക്കാൾ വികാരം അവന്റെ ശരീരത്തിന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവർക്കും. പക്ഷേ അതിന്റെ മുന്നിലേക്ക് നമ്മൾ ഈ തെളിയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയാൽ യാ അല്ലാഹ്, അവിടെ കഥ കഴിഞ്ഞു. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ശ്രദ്ധിക്കണം, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭാഗം അന്യപുരുഷന് കണ്ടാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, അത് വന്നിരിക്കാൻ തലമുടിയായിരിക്കാം, അതല്ലെങ്കിൽ കയ്യിന്റെ ഏതെങ്കിലും മാറിന്റെയോ പള്ളയുടെയോ കാലിന്റെയോ ഏതെങ്കിലും ഒരു ഭാഗം മറ്റു അന്യപുരുഷന്മാരെ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഭാഗത്ത് മാത്രം നരകത്തിലെ തീ കൊണ്ടുവന്നുകൊണ്ട് പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാലാഖമാര് വന്നുകൊണ്ട് അവരെ പൊള്ളിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണമല്ലാ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമല്ലാ. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരലോകത്തിൽ നിന്ന് ഉന്നതമായ വിലപിടിപ്പുള്ള സ്വർഗത്തിലെ വസ്ത്രം അല്ലാഹു നൽകുന്നത് രണ്ട് വിഭാഗത്തിന് വേണ്ടിയാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം പരിപൂർണമായി ഹിജാബ് ധരിക്കുന്ന പെണ്ണിനാണ്. അങ്ങനെ ധരിച്ചു നോക്കുമോളെ, അങ്ങനെ ധരിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് പരലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലോ, ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലോ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹു പരലോകത്തിന് ഉന്നതമായ വസ്ത്രം കൊടുക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വസ്ത്രം കൊണ്ട് മറ്റുള്ളവർക്ക് പാവങ്ങളെ സഹായിക്കുന്നവരാണ് സഹാബ. പാവങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നവരെ, നഗ്നത മറക്കാൻ വസ്ത്രം കൊടുക്കുന്നവരെ, ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ വിഷമിക്കുന്നവരെ, ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ സങ്കടപ്പെടുന്നവരെ, ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്നവരാരാ? അവർക്ക് വസ്ത്രം കൊടുക്കുന്നവർക്ക് പരലോകത്ത് ഉന്നതമായ പദവിയുള്ള വസ്ത്രം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗം ആരാണ്? അള്ളാഹുവിന്റെ പരലോകത്തിൽ നിന്ന് അള്ളാഹു വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞല്ലോ, പരിപൂർണമായി വസ്ത്രം ധരിക്കുന്നവർ. അത് ആണാവട്ടെ പെണ്ണാവട്ടെ,
ശരീരത്തിന്റെ സൗന്ദര്യം മറക്കുന്ന രൂപത്തിൽ പരിപൂർണമായ വസ്ത്രം ധരിക്കുന്നവരെ. രണ്ടാമത്തെ വിഭാഗം വസ്ത്രം സ്വതക്ക കൊടുക്കുന്നവരാണ്. വസ്ത്രം ധരിക്കാനില്ലാത്തവർക്ക് വസ്ത്രം സ്വതക്ക കൊടുക്കുന്നവരാരാ? വസ്ത്രം ധരിക്കാനില്ലാത്തവർക്ക് വസ്ത്രം സ്വതക്ക കൊടുക്കുന്നവരാരാണ്? അവർക്ക് അല്ലാഹു ഉന്നതമായ പദവി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും വലിയ വിശപ്പും ദാഹവും നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത് ഏത് സമയമാണെന്നറിയോ? അത് ഏത് സമയത്താണെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ചിട്ടാണ്. ഇവിടെയുള്ള പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരാരാ? അല്ലാഹുവിന്റെ പരലോകത്ത് നിന്നും നമ്മൾ പട്ടിണി കിടക്കുമ്പോ ദാഹം വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ആ സമയത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വിഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ ഔറത്തിനെ അല്ലാഹു മറച്ചു തരുമെന്നാണ്. അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് നിങ്ങളെ ഔറത്തിനെ അല്ലാഹു മറച്ചു തരുമെന്നാണ്. ആരെയെന്നറിയോ? പാവപ്പെട്ടവർക്ക് ഔറത്ത് മറക്കാൻ വസ്ത്രം കൊടുത്ത ചെറുപ്പക്കാരാ. പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്ത ഈമാനുള്ള പെങ്ങളെ, വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോ വസ്ത്രം വേണമെന്ന് പറയുമ്പോ അവർക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ ഈമാനുള്ള അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ടോ? അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, ആ ഒരു ദാനധർമ്മത്തിന്റെ കാരണം കൊണ്ട്, ആ ഒരു സംഭാവനയുടെ കാരണം കൊണ്ട്, ആ ഒരു വസ്ത്രം കൊടുത്ത സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഉന്നതമായ വസ്ത്രം പരലോകത്ത് വെച്ച് തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? എത്ര പാവങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ളത്? എത്ര പ്രിയപ്പെട്ട പാവങ്ങളാണ്, സാധുക്കളാണ് നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ളത്? നമ്മുടെ വീട്ടിൽ നിന്ന് പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒരു കൂട്ടം വസ്ത്രം കൊടുക്കാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ? പാവങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, വന്നത് മുസ്ലിമാണെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ വീട്ടിലേക്ക് വസ്ത്രം ചോദിച്ചു വന്നത് ഹൈന്ദവരാണെന്ന് നിങ്ങൾ നോക്കണ്ട. ക്രൈസ്തവരാണോ എന്ന് നിങ്ങൾ നോക്കണ്ട. മതമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും രാഷ്ട്രീയം നോക്കി, സംഘടന നോക്കി, പാർട്ടി നോക്കിയിട്ടല്ല നമ്മൾ സഹായിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പട്ടിണി കിടക്കുന്നവരാണോ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പട്ടിണി കിടക്കുന്നവരാണോ അവർക്ക് വെള്ളം കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസ്ത്രമില്ലാത്തവനാണോ അവന്റെ ഔറത്ത് മറക്കാൻ വസ്ത്രം കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസ്ത്രമില്ലാതെ വിഷമിക്കുന്നവനാണോ അവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുത്തിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പറയുന്നുണ്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലാ ഉടനത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, അവിടെ പാവപ്പെട്ട ഒരു കുടുംബമുണ്ട് സ്വഹാബ, ആരുടെ കയ്യിലാണ് രണ്ട് വസ്ത്രമുള്ളത് സ്വഹാബ? ആരുടെ കയ്യിലാണ് രണ്ട് വസ്ത്രമുള്ളത് സ്വഹാബ? രണ്ട് വസ്ത്രമുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു വസ്ത്രം വാങ്ങിയിട്ട് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുകയാണ്.
പറയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അത് വഴിപോക്കരല്ലേ നബിയേ? അവർ അങ്ങനെ നടക്കുന്നവരല്ലേ നബിയേ? അവർ യാചകന്മാരല്ലേ നബിയേ? അവർക്ക് നമ്മൾ വസ്ത്രം കൊടുക്കേണ്ടതുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മൾ അങ്ങനെ നോക്കാൻ പാടില്ല സ്വഹാബ, നമ്മൾ അങ്ങനെ നോക്കാൻ പാടില്ല സ്വഹാബ. അത് യാചകരാണോ എന്ന് നമ്മൾ നോക്കണ്ട, അത് വഴിപോക്കരാണോ എന്ന് നമ്മൾ നോക്കണ്ട, അത് ഏത് വിഭാഗമാണ് എന്ന് നമ്മൾ നോക്കണ്ട. വസ്ത്രം ധരിക്കാനില്ലാതെ പാവപ്പെട്ടവരാണോ, അവർക്ക് വസ്ത്രം കൊടുക്കുന്നവനാരാണ്? അവർക്ക് അല്ലാഹു നാസറലോകത്തെ ഉന്നതമായ പവറുള്ള മഹത്വമുള്ള പവിത്രതയുള്ള ബറക്കത്തുള്ള സൗന്ദര്യമുള്ള സന്തോഷമുള്ള വസ്ത്രം കൊടുത്ത് അല്ലാഹു ആദരിക്കണമെന്ന് മദീനയുടെ പൂനിലാവ് നബി മുഹമ്മദ് മുസ്തഫ തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റോള കാണാനാ ഞങ്ങൾ കേടുള്ളേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, പാപങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നവരാരാ? അവർക്ക് അല്ലാഹു ഉന്നതമായ വസ്ത്രം പരലോകത്ത് വെച്ച് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ. ധാരാളം സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമല്ലാ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമല്ലാ. ഒരു ഹദീസ് പോലെ പറഞ്ഞ് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല, ഇതൊന്നും ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല. ഇതിന്റെ ഗൗരവം എന്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. ഒരു ഹദീസ് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. മാഷാ അല്ലാഹ്, മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സമയത്ത്, ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സമയത്ത് ഭയാനകമായ പല രംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടാകുന്ന സ്വഹാബായ, പേടിപ്പെടുത്തുന്ന ഭയാനകമായ പല രംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടാകുന്ന സ്വഹാബ. ആ യാത്രക്കടയിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപോയ സ്വഹാബ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപോയ സ്വഹാബ. ആ പെണ്ണിന് അല്ലാഹു അദാബ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആ പെണ്ണിന് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആ പെണ്ണിന്റെ കഴുത്തിലൂടെ, ആ പെണ്ണിന്റെ കഴുത്തിലൂടെ വലിയ ഒരു ഷാള് കൊണ്ടെങ്ങനെ മുറുക്കിയിട്ടുള്ള സ്വഹാബ. ആ പെണ്ണിന്റെ കഴുത്തിലൂടെ വലിയൊരു ഷാളിട്ടെങ്ങനെ മുറുക്കിയിട്ടുള്ള സ്വഹാബ. ആ ഷാളിന്റെ ഒരു തല ആ പെണ്ണിന്റെ കഴുത്തിൽ എങ്ങനെ കുറുക്കിയിരിക്കുകയാണ്. നമ്മളെ കണ്ടിട്ടില്ലേ? മൃഗങ്ങളുടെ തലയില്, മൃഗങ്ങളുടെ ശരീരത്തില് നമ്മൾ ഊരാൻ കൊടുക്കിടുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അതേ പ്രകാരം ഒരു പെണ്ണിന്റെ തലയില് ഷാള് കൊണ്ടെങ്ങനെ ഊരാൻ കൊടുക്കൽ എങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു തല അല്ലാഹുവിന്റെ സബാനിയത്തിന്റെ മാലാഹമാര്, അതിന്റെ ഒരു മറ്റേ തല അവസാനത്തെ ഭാഗം വലിച്ചു കൊണ്ടുപോവുകയാ. എങ്ങോട്ടാണെന്നറിയോ? എങ്ങോട്ടാണെന്നറിയോ? നരകത്തിന്റെ സമീപത്തേക്ക് ആ പെണ്ണിനെ ഷാല് കൊണ്ടിങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാ. പേടിയാണ് നബിയെ, ആ രംഗം കാണുമ്പോ പേടിയാകുന്ന നബിയെ, പേടിയാകുന്ന നബിയെ, എനിക്ക് കാണാൻ കഴിയുന്നില്ല നബിയെ. നരകം കണ്ടിട്ട് പതറാത്ത ജിബ്രീൽ, സിറാത്ത് പാലം കണ്ടിട്ട് പതറാത്ത ജിബ്രീൽ, ഖബർ കണ്ടിട്ട് പതറാത്ത ജിബ്രീൽ, അല്ലാഹുവിന്റെ പരലോകത്തിൽ മാലാഖമാർ ഒരുക്കി വെച്ച അദാബുകൾ കണ്ടിട്ട് പതറാത്ത ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, ഇല്ല നബിയേ, അത് കാണാൻ കഴിയുന്നില്ല മുത്ത് തങ്ങളെ, അത് കാണാൻ
കഴിയുന്നില്ല മുത്തുതങ്ങളെ. ആരാണ് നബിയേ, ആരാണ് നബിയേ? ആ വിഭാഗം ആരാണെന്ന് പറഞ്ഞു തരണം നബിയേ. മാഷാ അല്ലാഹ്, നരകത്തിന്റെ കമാൻഡറായ മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമില്ലേ, ചിരിക്കാത്ത മലക്കല്ലേ, സന്തോഷമെന്തെന്നറിയാത്ത മലക്കല്ലേ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചിരുന്ന മലക്കായിരുന്നവല്ലോ. എന്തേ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാതിരിക്കാൻ കാരണം? നരകം കണ്ടത് മുതൽ പിന്നെ മഹാനവറുകൾ ചിരിച്ചിട്ടില്ല. നരകത്തിന്റെ ഭയാനകമായ തീനാലകൾ കണ്ടതിന് ശേഷം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചിട്ടില്ല. ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആ പെണ്ണുണ്ടല്ല നബിയേ, കഴുത്തിൽ ഷാള് കൊണ്ട് മുറക്കിയിട്ട് നരകത്തിലേക്ക് സബാനിയത്തിലുള്ള മാലാഖമാര് വലിച്ചു കൊണ്ടുപോയ പെണ്ണുണ്ടല്ലോ നബിയേ. അവരെ ആരെന്നറിയോ? അവരെ ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അവർ മറ്റുള്ളവരുടെ സൗന്ദര്യം, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി വസ്ത്രം ധരിച്ചവരാണ് നബിയേ. തന്റെ ശരീരം പരിപൂർണമായും മറക്കണമെന്ന ഉദ്ദേശം വെച്ചിട്ട് വസ്ത്രം ധരിച്ചവരല്ല. എന്റെ ശരീരം മറ്റുള്ളവരെ കാണരുത് എന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചവരല്ല. എന്റെ ശരീരം മറ്റുള്ളവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് വസ്ത്രം ധരിച്ചവരല്ല. ഞാൻ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോ എന്നെ നാലാളുകൾ ശ്രദ്ധിക്കുമല്ലോ. അവന്റെ ഭാര്യയാണ്, അവന്റെ പെങ്ങളാണ്, അത് അവളാണല്ലോ, ഇത് ഇവളാണല്ലോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശരീരത്തിലുള്ള സൗന്ദര്യം പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച പെണ്ണാണ് നബിയേ. ആ പെണ്ണിന്റെ കഴുത്തിലാണ് ഷാള് കൊണ്ട് മുറക്കിയിട്ട് സബാനിയത്തിന്റെ മാലാഖമാർ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭയാനകമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ കണ്ടുപോയി സ്വഹാബാ. അറിയുന്നില്ലാവിന്റെ ബാധ കേട്ടിരിക്കുന്ന ഈമാനുള്ള മുത്തുമോളെ, ഈമാനുള്ള മുത്തുവെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പട്ടികയിൽ നമ്മൾ പെടാൻ പാടില്ല. മാറണം മോളെ, മാറണം ഉമ്മ, മാറണം സഹോദരിമാരെ, മാറി ചിന്തിക്കണം നമ്മള്. നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരം പ്രദർശിപ്പിക്കുന്ന രൂപത്തിലാവരുത്. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനെന്നറിയോ? എല്ലാവരും മിക്ക ആളുകളും ധരിക്കുന്നത് അങ്ങനാണ്. ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ടൈറ്റ് ഫിറ്റുള്ള പർദ്ദ ധരിക്കുന്നവരാണ് പലരോ, ടൈറ്റ് ഫിറ്റുള്ള മാക്സ് ധരിക്കുന്നവരാണ് പലരോ. ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ടൈറ്റുള്ള ചുരിദാർ ധരിക്കുന്നവരാണ് പലരോ. എന്റെ സഹോദരിമാരെ, പലരും അത് അറിയാത്തത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. അറിയുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ അകത്ത് മാറ്റം വരുന്നത്, അറിയുമ്പോഴാണ് മനസ്സിന്റെ അകത്ത് പേടി വരുന്നത്. ഇതൊക്കെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന ചിന്ത വരുമ്പോഴാണ് മനസ്സിന്റെ അകത്ത് മാറണം എന്ന ചിന്ത വരുന്നത്. അതുകൊണ്ട് മാറാ ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമയാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമല്ലാ. ഇജാബത്തുള്ളൊരു സദസ്സായിട്ട് നീ കബൂലാക്കണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാളെ നമ്മുടെ അസ്മാഉൽ ബദർ പ്രാർത്ഥനാ സദസ്സാണ്. നാളെ തിങ്കളാഴ്ച രാവാണല്ലോ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന അസ്മാഉൽ ബദറിന്റെ മജ്ലിസിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് സദസ്സിലൊക്കെ പങ്കെടുക്കണം. ബദരീങ്ങൾക്കും മടവൂർ ശൈഖുനാക്കും ഒരു യാസീൻ ഓതിയിട്ടായിരിക്കണം നാളത്തെ സദസ്സിൽ നിങ്ങൾ ഇരിക്കേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് പറഞ്ഞ ഈ രണ്ട് വിഷയം, ഒന്ന് നല്ല വസ്ത്രം ധരിക്കുന്നവർക്ക് അല്ലാഹു നല്ല ഉന്നതമായ വസ്ത്രം പരലോകത്ത് നിന്ന് കൊടുക്കും. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. രണ്ടാമത്തത് വസ്ത്രം ദാനം ചെയ്യുന്നവർ, ഇൻഷാ അല്ലാഹ് അതിന് സുന്ദരമായ വസ്ത്രവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് പറയാണ്. അതിന് സുന്ദരമായ ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. ആ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നല്ല സൂപ്പർ ചരിത്രം ഇൻഷാ അല്ലാഹ് അറിവിൻ നിലാവിന്റെ 80ാമത്തെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച
ചെയ്യണം. റബ്ബ് നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാഹ്. അപ്പോൾ രണ്ട് വിഭാഗത്തിന് അല്ലാഹു ഉന്നതമായ വസ്ത്രം നൽകുമെന്ന വിഷയം ഇന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, പരിപൂർണമായി വസ്ത്രം ധരിക്കുന്നവർ. പരിപൂർണമായി വസ്ത്രം ധരിക്കുമ്പോൾ എന്തെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ചു. രണ്ടാമത്തത്, പാവങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നവർ. നമ്മൾ ആലോചിക്കുകയെ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പഴയ ആളുകൾ ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ വരും. അവരുടെ വസ്ത്രം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പൊ നമ്മൾ വീട്ടിലുള്ള പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കും അല്ലേ? അതൊരു പുണ്യകർമ്മമാണ്. ഇനിയിപ്പോ പഴയ വസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിലും അതും ഒരു പുണ്യകർമ്മം തന്നെയാണ്. അതിനും അള്ളാഹു വലിയ സ്ഥാനം മഹത്വം നമുക്ക് തരുന്നുണ്ട്. മാഷാ അല്ലാഹ്, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാലുള്ള ഉപകാരം എത്രയാ, അതിന്റെ ഒരു പ്രതിഫലം എത്രയാ, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മാഷാ അല്ലാഹ്, അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് അതിന്റെ നല്ല സൂപ്പർ രണ്ട് ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പറയാൻ സമയം കുറവാണ്, അറിയാലോ. സമയം വൈകാതെ തന്നെ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന രൂപത്തിലാവണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ചരിത്രങ്ങളും ആ സുന്ദരമായ ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അറിവ് നിലാവിന്റെ അടുത്ത സദസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ, നീ റാഹത്ത് നൽകണേ റഹ്മാനെ, നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ധാരാളം ആളുകൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വയനാടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുടുംബം വിമാനാപകടത്തിൽ പരിക്കേറ്റതായിരുന്നു. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിന്ന് മരണപ്പെട്ടു എന്ന ഒരു വാർത്ത അവിടുത്തെ അറിവ് നിലാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബം, അവരുടെ അയൽവാസിയാണ്, അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരെ ഖബറിനെ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ്, വിമാനാപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. വയനാട് തരുവണ എന്ന സ്ഥലത്തുള്ള പിന്നെ ഒരു കുടുംബം വയനാട്ടിൽ നിന്നാണ് കഴിഞ്ഞ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു എന്റെ അയൽവാസിയുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹുവരൊക്കെ ഖബർ, അല്ലാഹുവേ ആ പ്രിയപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനെ. കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതേപ്രകാരം അറിവ് നിലാവിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുടുംബം വിദേശത്ത് നിന്ന് ആ പ്രിയപ്പെട്ടവർ വിളിച്ചിരുന്നു. അവരുടെ കുടുംബത്തിൽ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അവിടുത്തെ ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു. അല്ലാഹു അവരെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹുവേ നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട ഹമീദിച്ച പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ക്ഷീണങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ അല്ലാഹുവേ ഇൻഷാ അല്ലാഹ്. ഇന്ന് മക്കയിലെ വലിയ പണ്ഡിതൻ അൽ ഹബീബ് അലവി ബിൻ അബൂബക്കർ അൽ ഹദ്ദാദ് തങ്ങൾ മാഷാ അല്ലാഹ് ഇന്ന് വഫാത്തായി. വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അങ്ങോട്ട് ഒരു ഫാത്തിഹ ഓതി, മഹാനവറുകൾക്ക് ഒരു ഫാത്തിഹ ഓതിട്ട് ഇൻഷാ അല്ലാഹ് അല്പം ദുആ വസിയത്ത് വായിച്ചിട്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് നിർത്താണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ പെട്ടെന്ന് നേരത്തെ തുടങ്ങി നേരത്തെ നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും റാഹത്താണ്. അതുകൊണ്ടാണ് ആളുകൾ പറയും ഉസ്താദേ അറിവ് നിലാവ് ഞങ്ങൾ എത്ര സമയം കാത്തിരിക്കും, എത്ര നേരം വൈകിയാലും പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ അത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ എത്ര പാതിരാ സമയത്താണെങ്കിലും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലൂടെ ഇങ്ങനെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരം വൈകിയാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എത്ര നേരം കാത്തിരുന്നാലും. ഇപ്പോ അഡ്മിന്മാരെ ചില ആളുകൾ കളിയാക്കി പറയും ഉസ്താദ് 2 മണിക്ക് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞാലും ആളുകൾ ലൈവിൽ വരും. രാത്രി 2 മണിക്ക് ഉസ്താദ് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ലൈവിൽ വരും. അങ്ങനത്തെ ആളുകളാണ് അറിവ് നിലാവിന്റെ ആളുകൾ. അല്ലാഹുവേ മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ, അല്ലാഹു വലിയ ബർക്കത്തും സന്തോഷവും റഹ്മത്തും നിയമത്തും അല്ലാഹു ഏറ്റി തരട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. അതുകൊണ്ട് മഹാനായ ഹദ്ദാദ് നിങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതി, നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്ത് അല്പം വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും ഫാത്തിഹ ഓതി എന്നിട്ട് 3 സ്വലാത്തിൽ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തിനാ മിൽകൽ ഇഗാസത ഇൻദ കുല്ലി ഹൗലിനാ സുബ്ബ ഫീനൽ അംന മിൽകും ശൈഖനാ മദ്ബൂർ വലി ഇന്നനാ നഅതി ഇലൈക്കും للإزاحة ما بنا شدة ضعفة يا شيخنا قد رجونا النصر والفتوح في أمورنا سيما في أمرنا به ജാഹികും മദ്ബൂർ വലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തിനാ മിൻകൽ ഇഗാസത ഇൻദ കുല്ലി ഹൗലിനാ സുബ്ബ ഫീനൽ അംന മിൽകും ശൈഖനാ മദ്ബൂർ വലി കം മരീദിൽ കജാചാവോ കാമിലോ ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലിയാ മദ്ബൂർ വലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഏതെല്ലാം അറിവിന്ദിലാവിന്റെ സദസ്സിൽ ബർക്കത്തിന്റെ വെള്ളം വെച്ചിട്ടുണ്ടോ അല്ലാഹ്, ആ വെള്ളത്തിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആ വെള്ളത്തിലെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ. ആ വെള്ളത്തിലൂടെ നീ ശിഫ നൽകണേ അല്ലാഹ്. ആ വെള്ളത്തിലൂടെ വലിയ ബർക്കത്തും വലിയ സന്തോഷവും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ഖറാഹത്താകണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു അറിവിന്ദിലാവ് കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. الصلاة والسلام عليك يا قطب العالم يا سيم ولي الله. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമല്ലാ, നീ കബൂലാക്കണമല്ലാ, നീ സ്വീകരിക്കണമല്ലാ, നീ കബൂലാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, നീ സുഖപ്പെടുത്തണമല്ലാ, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണമല്ലാ, എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ.
അല്ലാഹുവേ അറിവിനിലാവ് കേട്ട് ആമീൻ പറയുന്ന കുടുംബങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണമല്ലാ, നീ സന്തോഷം നൽകണമല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അറിവിനിലാവെന്ന സദസ്സിൽ വെള്ളം വെച്ച് കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹ് അതിൽ ബറക്കത്തുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ആ വെള്ളത്തിൽ നീ ബറക്കത്ത് നൽകണമല്ലാ, ആ വെള്ളത്തിൽ നീ ശിഫ നൽകണേ റഹ്മാനെ. മടവൂർ ശൈഖുനാനെ കൊണ്ട് ആ വെള്ളത്തിൽ നീ മന്ത്രിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ശിഫ നൽകണമല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. ഉസ്താദേ ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അറിവിനിലാവിന്റെ എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. യാ റബ്ബ് യാ അല്ലാഹ്, അവരെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നിനക്കറിയാമല്ലോ. എല്ലാ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ, എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ, എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലാ, എല്ലാ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നന്നാക്കണമല്ലാ, ഹൃദയം നന്നാക്കണമല്ലാ, തഖ്വ നൽകണമല്ലാ, ഈമാൻ വർദ്ധിപ്പിക്കണമല്ലാ. അല്ലാഹുവേ ഈ പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, ചെറുപ്പക്കാരികൾ, ചെറിയ കുഞ്ഞു മക്കള്, ഗർഭിണികള്, പ്രവാസികൾ, നാട്ടുകാര്, മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും അല്ലാ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഹിദായത്തും റാഹത്തും നൽകണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ മാറ്റണമല്ലാ, രോഗങ്ങളൊക്കെ മാറ്റണമല്ലാ, രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ട് നീ ശിഫയാക്കണമല്ലാ. അല്ലാഹുവേ പരിപൂർണമായിട്ട് നീ ശിഫയാക്കണമല്ലാ. എല്ലാ രോഗങ്ങൾക്കും നീ പരിപൂർണമായ ശിഫ നൽകണമല്ലാ. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്. അല്ലാഹുവേ മുഴുവൻ രോഗങ്ങൾക്കും നീ കാമിലായ ശിഫാ നീ നൽകണം റബ്ബേ. അല്ലാഹുവേ എത്ര ആളുകളാണ് ഞങ്ങളോട് ദുആക്കാൻ പറഞ്ഞിട്ടുള്ളത്. പലരുടെയും മനസ്സിൽ പല മുറാദുകളാണ്, പലരുടെയും മനസ്സിൽ പല മുറാദുകളാണ്. എല്ലാം നിനക്കറിയാമല്ല തമ്പുരാനെ, എല്ലാം നിനക്കറിയാമല്ല തമ്പുരാനെ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ, അവരാഗ്രഹങ്ങൾ മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ, അവരാഗ്രഹങ്ങൾ മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് അറിയിച്ച എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹുവേ 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 എത്രയോ രോഗികൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള റഹ്മാനെ റബ്ബേ എല്ലാവർക്കും നീ ശിഫ നൽകണമല്ലാ. കാമിലായ ശിഫാഗിനി നൽകണേ റബ്ബേ. തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കാലുവേദന കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മൈഗ്രീന്റെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ നീ സുഖപ്പെടുത്തണമല്ലാ, നീ സുഖപ്പെടുത്തണമല്ലാ റബ്ബേ. ക്യാൻസർ ശിഫയാക്കണേ റഹ്മാനെ, അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ, കിഡ്നിയുടെ തകരാറ് സുഖപ്പെടുത്തണമല്ലാ. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും രോഗങ്ങളും മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ മാറ്റി കൊടുക്കണമല്ലാ. അല്ലാഹുവേ കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ. ജോലിയിലും ബിസിനസ്സിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വാഹനങ്ങളിലും വീടുകളിലൊക്കെ നീ ബറക്കത്ത് നൽകണമല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ശബ്ദങ്ങളിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സമയങ്ങളിലും പഠനങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ അറിവിന്ദിലാവിലേക്ക് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആയിരങ്ങളുണ്ട്. എല്ലാവർക്കും മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ ശിഫ നൽകണമല്ലാ, നീ ശിഫ നൽകണമല്ലാ, നീ ശിഫ നൽകണമല്ലാ. മടവൂർ ശൈഖുനാനെ കൊണ്ട് മനസ്സമാധാനം കൊടുക്കണമല്ലാ. മടവൂർ ശൈഖുനാനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കണമല്ലാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ.
അല്ലാഹുവേ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ. നീ തന്ന മക്കളെ സ്വാലിഹീങ്ങളും ആഫ്ളീങ്ങളും ആലിമീങ്ങളും നല്ല ദീനിന്റെ ഖാദിമീങ്ങളും ആക്കണേ റഹ്മാനെ. അല്ലാഹുവേ കല്യാണം കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. പലരും പല വിഷമങ്ങളാണ്, പലരും പല തടസ്സങ്ങളെ കൊണ്ട് കല്യാണം കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. മടവൂര് ശൈഖുനാനെ കൊണ്ട് ഇല്ലാനെ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ 10,000-കണക്കിന് കുടുംബങ്ങളാണ്, 10,000-കണക്കിന് മുത്തുമുഅ്മിനീങ്ങളാണ് ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകുക അല്ലാഹ്, റാഹത്ത് നൽകുക അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ. വീട്ടിലേക്കുള്ള വഴി ശരിപ്പെടുത്തി കൊടുക്കണേയല്ല. അയൽവാസികളെ പിണക്കം മാറ്റണമല്ല. കുടുംബത്തിന്റെ പിണക്കം മാറ്റണമല്ല. ഭാര്യ പിണക്കത്തിലാണ്, ഭർത്താവ് പിണക്കത്തിലാണ്. ഉസ്താദേ ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല, ചെലവിന് തരുന്നില്ല, എന്നെയും എന്റെ മക്കളെയും തിരിഞ്ഞു നോക്കുന്നില്ല. അല്ലാഹുവേ പലരും പല വിഷമത്തിലാണ്. ഭാര്യ ഭർത്താക്കന്മാര് മരുമക്കൾ ഉമ്മമാര് പിണങ്ങിക്കഴിയുന്നവരുണ്ട്. മടവൂര് ശൈഖുനാനെ കൊണ്ട് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളെ സ്വഭാവം നന്നാക്കണമല്ല. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന മക്കളുണ്ട്, സുഖപ്പെടുത്തണമല്ല. രാത്രിയാകുമ്പോ പേടിക്കുന്ന മക്കളുണ്ട്, സുഖപ്പെടുത്തണമല്ല. അല്ലാഹുവേ സംസാരിക്കാൻ കഴിയാത്തവര്, നടക്കാൻ കഴിയാത്തവര്, കേൾവി ശക്തിയില്ലാത്തവര് അല്ലാഹ് എല്ലാവരെയും കൊണ്ട് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. നടക്കാത്തവരെ നടത്തിപ്പിക്കണമല്ല. സംസാരിക്കാൻ കഴിയാത്തവരെ സംസാരിപ്പിക്കണമല്ല. അല്ലാഹുവേ ബുദ്ധിക്ക് മാന്ദ്യമുള്ളവരെ ബുദ്ധിനെ ശരിപ്പെടുത്തണമല്ല. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ല. മുഖക്കുരു സുഖപ്പെടുത്തണമല്ല. ശരീരത്തിലുള്ള അടയാളങ്ങളും പുള്ളികളും സുഖപ്പെടുത്തണമല്ല. ശരീരത്തിന്റെ ചൊറിച്ചിൽ മാറ്റണമല്ല. തൈറോയ്ഡ് മാറ്റണമല്ല. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ ബദിരീങ്ങളെ കൊണ്ട് മടവൂർ ശൈഖുനാനെ കൊണ്ട് നോർമലാക്കണേ റഹ്മാനെ. അല്ലാഹ് ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്, അല്ലാഹ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്, ചെക്കിങ് കളിച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. വല്ലാത്ത ഊരവേദനയാണ്, കാൽമുട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ക്രിയേറ്റിന്റെ അളവ് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, രക്തം വറ്റിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. റബ്ബേ മടവൂർ ശൈഖുനാനെ കൊണ്ട് അറിവിന്ദിലാവിന്റെ ബറക്കത്തിന്റെ വെള്ളം കൊണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹ് തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന അസുഖം, മുടി കെട്ടിക്കുടുങ്ങുന്ന അസുഖം, മുടി വളരുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്, മുടിയിൽ താരനാണ്. അല്ലാഹ് സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും മടവൂർ ശൈഖുനാനെ കൊണ്ട് ശിഫ കൊടുക്കണമല്ല. ഞങ്ങളെ പ്രവാസികൾക്ക് റാഹത്ത് കൊടുക്കണമല്ല. ജോലിയില്ലാതെ റൂമിലിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ രോഗം കാരണം റൂമിലിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ കട വിൽക്കാൻ വെച്ചവരുണ്ട്, കേസിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, ശമ്പളം കുറഞ്ഞു കിടക്കുന്നവരുണ്ട്, ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ റാഹത്ത് കൊടുക്കണമല്ലാ, സമാധാനം കൊടുക്കണമല്ലാ, സന്തോഷം കൊടുക്കണമല്ലാ. ഞങ്ങളെ നാട്ടുകാരെ പലരും ജോലിയില്ലാതിരിക്കാണ്, നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് കാശ് കിട്ടാനുള്ളവരുണ്ട്, സ്വർണം ധരിച്ചു കിട്ടാനുള്ളവരുണ്ട്. റബ്ബേ എല്ലാം നീ തിരിച്ചു നൽകണേ റഹ്മാനെ. കടം കൊടുത്ത കാശ് കിട്ടുന്നില്ല, കടം വീട്ടാനുണ്ട് ഉസ്താദേ, വിഷമത്തിലാണ്. റബ്ബേ നീ റാഹത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ റാഹത്തിലാക്കണേ റഹ്മാനെ. കടം കൊടുക്കാനുള്ളത് ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമല്ല. ഞങ്ങൾക്ക് ആരൊക്കെ കാശ് തരാനുണ്ടോ അവരെ മനസ്സിലേക്ക് ഞങ്ങൾക്ക് തരാനുള്ള മനസ്സ് തോന്നിപ്പിച്ചു കൊടുക്കണമല്ല. മടവൂർ ശൈഖുനാനെ കൊണ്ട് അവധി പറഞ്ഞ കാശൊക്കെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമല്ല. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണമല്ല. ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണമല്ല, ആഫിയത്ത് നൽകണമല്ല. ഞങ്ങളെ ഭാര്യമാർക്ക് റാഹത്ത് നൽകണമല്ല. രോഗങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണമല്ല. പാവങ്ങളാണ് അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. റാഹത്തുള്ള സുഖപ്രസവം മടവൂർ ശൈഖുനാനെ കൊണ്ട് കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണമല്ല. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. റബ്ബേ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സുഖപ്പെടുത്തണമല്ല.
റബ്ബേ നീ തന്നെ ഷാഫിയാണ്, നീ തന്നെ സുഖപ്പെടുത്തണമല്ലാ. മടവൂർ ശൈഖുനാനെ കൊണ്ട് സുഖപ്പെടുത്തണമല്ലാ. ക്വാറന്റൈനിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ, റിസൾട്ട് പോസിറ്റീവായവരുണ്ട്. അതേ എന്റെ ഭർത്താവ് പോസിറ്റീവായ ആളുകളെ സഹായിച്ചു, അവരെ കൂടെ യാത്ര ചെയ്തു, അവരെ നിരീക്ഷണത്തിലാണ്. റബ്ബേ സുഖപ്പെടുത്തണം റഹ്മാനേ, സുഖപ്പെടുത്തണം റഹ്മാനേ, സുഖപ്പെടുത്തണം റഹ്മാനേ. അറിവ് നിലാവിലേക്ക് ദുആവസിയത്ത് അറിയിച്ച എല്ലാവർക്കും നീ റാഹത്തും സമാധാനം കൊടുക്കണമല്ല. എന്ത് ആഗ്രഹം പറഞ്ഞിട്ടാണോ അവരെ ദുആവസിയത്ത് അറിയിച്ചത്, അവരാഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണമല്ല. എന്ത് വിഷമം പറഞ്ഞിട്ടാണോ ദുആവസിയത്ത് അറിയിച്ചത്, ആ വിഷമമൊക്കെ മാറ്റി കൊടുക്കണമല്ല. അറിവ് നിലാവിലേക്ക് സംഭാവനകൾ അയക്കുന്നവരുണ്ട്. ഉസ്താദേ, ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ കടകളിലൊക്കെ അറിവ് നിലാവിന്റെ പെട്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അല്ലാഹ്, എത്ര ആളുകളാണ് സന്തോഷം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, അവർക്കൊക്കെ നല്ല ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അറിവ് നിലാവിൽ എല്ലാ ദിവസവും ഞങ്ങൾ വെള്ളം വെക്കാറുണ്ട് ഉസ്താദേ. അല്ലാഹുവേ, ആ വെള്ളത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ, ആ വെള്ളം കുടിക്കുന്നവർക്ക് റാഹത്ത് നൽകണേ റഹ്മാനെ, ശരീരത്തിന് സുഖം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, വീടും സ്ഥലമൊക്കെ വിൽക്കാൻ വെച്ചവരുണ്ട്, മടവൂർ ശൈഖുനാനെ കൊണ്ട് റാഹത്താക്കി കൊടുക്കണമല്ലാ. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവ് നിലാവ് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്. കമന്റിലൂടെ ദുആർക്കാൻ പറയുന്നവരുണ്ട്, ആമീൻ പറയുന്നവരുണ്ട്. പ്രോഗ്രാം കേട്ട് മൊബൈലിന്റെയും ലാപ്പിന്റെയും മുന്നിലിരുന്ന് ആമീൻ പറയുന്നവരുണ്ട്. അല്ലാഹ്, അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. എന്റെ പാവപ്പെട്ട ഉമ്മയടക്കം, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കള്, സുഹൈലിന്റെ വലിയ ഉമ്മയടക്കം, അല്ലാഹ് അമ്മായി കാക്കയടക്കം, ഈ അറിവ് നിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, വിമാനാപകടത്തിൽ മരിച്ചുപോയവരെ, അല്ലാഹ് പ്രളയത്തിൽ മരിച്ചുപോയവരെ, കോവിഡ് വന്നുകൊണ്ട് മരിച്ചുപോയവരെ, റബ്ബേ അല്ലാതെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയവരെ, റബ്ബേ അവരൊക്കെ ഖബർ സ്വർഗമാക്കണമല്ലാ, വിശാലമാക്കണമല്ല. സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണമല്ല. അല്ലാഹുവേ, എത്രയോ ആളുകളെ അനുഭവം പറയുന്ന സദസ്സാണ്, അത്ഭുതം പറയുന്ന സദസ്സാണ് റബ്ബേ. ഇജാബത്ത് മടവൂർ ശൈഖുനാനെ കൊണ്ട് നിലനിർത്തണമല്ലാ. ഏതൊക്കെ വീടുകളിൽ ഇരുന്നിട്ടാണോ അറിവ് നിലാവ് കേൾക്കുന്നത്, ഏതെല്ലാം കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ടാണോ അറിവ് നിലാവ് കേൾക്കുന്നത്, ഏതെല്ലാം പ്രവാസികളാണോ നാട്ടുകാരാണോ അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങൾ അടിമന്മാർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, ഖൈർ നൽകണേ അല്ലാഹ്. റബ്ബേ, ദുആവസിയത്ത് അറിയിക്കുന്ന ആ ദുആവസിയത്ത് എഴുതി വെക്കുന്ന ഞങ്ങൾ അടിമന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കം റബ്ബേ, അവർക്കൊക്കെ നീ സന്തോഷം സമാധാനവും രണ്ട് ലോകത്തെ അർഹമായ പ്രതിഫലം കൊടുക്കണമല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണമല്ലാ, ഈമാൻ സലാമത്താക്കണമല്ലാ, ഈമാൻ സലാമത്താക്കണമല്ലാ. സമയം ഒരുപാടായി, എന്നിട്ടും അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാര്, അപ്പമാര്, സഹോദര സഹോദരിമാര്, ചെറിയ കുഞ്ഞു മക്കളടക്കമുണ്ട് റബ്ബേ. അവരെ എല്ലാം റാഹത്തിലാക്കണമല്ലാ, സന്തോഷത്തിലാക്കണം റബ്ബേ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. നാളെ മുഹറം മാസത്തിലെ തിങ്കളാഴ്ച രാവാണ്. അതുകൊണ്ട് നാളെ 9 മണിക്ക് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ബദ്ർ പ്രാർത്ഥനാ മജ്ലിസ് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ പേരിലും മടവൂർ CM വളിലാന്റെ പേരിലും എല്ലാവരും ഒരു യാസീൻ ഓതിയിട്ട് നാളത്തെ സദസ്സിൽ ഇരിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. നാളത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് വെള്ളമൊക്കെ ആയിട്ട് നിങ്ങൾ യാസീനൊക്കെ ഓതി കാത്തിരിക്കുക. നാളെ 9 മണിക്ക് നമുക്ക് തുടങ്ങണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്ത് വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിന്മാരെ അറിയിക്കണം. വിഷമം കരുതരുത്. ബാക്കി
ദുആവസത്തേക്ക് നമ്മൾ എല്ലാവർക്കും എപ്പോഴും ദുആ ചെയ്യും. ശബ്ദം നിലനിൽക്കാൻ വേണ്ടിയും അഡ്മിന്മാർക്ക് വേണ്ടിയും നമ്മുടെ അരവിന്ദ് ലാബിന്റെ എല്ലാ കുടുംബത്തിനു വേണ്ടിയും എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം, മറക്കരുത്. അരവിന്ദ് ലാബിന്റെ സദസ്സിൽ വെള്ളം വെച്ചവരൊക്കെ ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖിന് ഒരു ഫാത്തിഹ ഓതിയിട്ട് ആ വെള്ളത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും മന്ത്രിക്കുക, ആ വെള്ളം എല്ലാവരും കുടിക്കുക. അള്ളാഹു വലിയ കാവല് നമുക്ക് നൽകട്ടെ, വലിയ ബറക്കത്ത് അള്ളാഹു നമുക്ക് തരട്ടെ, സന്തോഷം തരട്ടെ. ദുആ ചെയ്യണം, ദുആ ചെയ്യാൻ മറക്കരുത്. നാളത്തെ മജ്ലിസ് നമ്മൾ മറക്കരുത്. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ റാഹത്ത് നൽകണേ റഹ്മാനെ, നീ സന്തോഷവും റാഹത്തും ആഫിയത്തും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. അരവിന്ദ് ലാബിലേക്ക് ദുആ വസിയത്ത് അറിയിച്ച എല്ലാവർക്കും അല്ലാഹ് നീ സന്തോഷം നൽകണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.